എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോടിന്റെ ചരിത്ര പൈതൃകത്തെക്കുറിച്ചുള്ള സെഷനാണ് ഇവിടെ അവസാനിച്ചത്. ഇനി നമ്മൾ വർത്തമാനത്തിലേക്ക് വരികയാണ്. കഥയുടെ വർത്തമാനം എന്നാണ് ഈ സെഷന്റെ ശീർഷകമായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ കൂടെ മലയാളത്തിലെ സമകാലിക ചെറുകഥയിലെ വളരെ ശ്രദ്ധേയമായ 3 മുഖങ്ങൾ ആണ് ഉള്ളത്. ഇവരെ ഞാൻ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാവില്ല, നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ളവർ തന്നെയായിരിക്കും. E.K. ഷീബ, കനലെഴുത്ത്, ലിംഗസമത്വം, 20 വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയിട്ടുള്ള നിരവധിയായ കഥാസമാഹാരങ്ങളിലൂടെ, നോവലുകളിലൂടെ പരിചിതയായിട്ടുള്ള എഴുത്തുകാരിയാണ്. വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ, എന്നാൽ അത്ര ലളിതമല്ലാത്ത ജീവിതങ്ങളെ ആവിഷ്കരിക്കുന്ന എഴുത്തുകാരിയാണ് E.K. ഷീബ. V.K. ദീപ, ഭവിഷ്യതി പോലെയുള്ള ഹൃദയബുക്ക്, വുമൺ ഈറ്റേഴ്സ് പോലെയുള്ള കഥകളിലൂടെ, കഥാസമാഹാരങ്ങളിലൂടെ നമുക്ക് പരിചിതയാണ്. ലളിതമെന്ന് തോന്നുമെങ്കിലും നമ്മളെ വേട്ടയാടുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുറെ കൂടി മനസ്സിന്റെ അന്തർലോകങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന കഥകളാണ് V.K. ദീപയുടേതാണ് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. ഡിന്നുവിനെ ഒരുപക്ഷെ ജെൻസിയുടെ ഒരു പ്രതിനിധി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. പക്ഷേ ജെൻസിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രിയ ഭാഷയല്ല, ജനപ്രിയതയുടെ ഭാഷയല്ല ഡിന്നുവിൻ്റെത് എന്നുള്ളതാണ് ഡിന്നുവിന്റെ കഥകൾ വായിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുക. ഈ 3 പേരെയും ഞാൻ ഈ വേദിയിലേക്ക് വ്യക്തിപരമായ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. 1891 മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് നമ്മൾ പറയുന്ന വാസനാവികൃതി വന്നിട്ടുള്ളത്. നോക്കുമ്പോൾ ഏകദേശം ഒരു 135 വർഷത്തെ ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സാഹിത്യ ചരിത്രത്തിന്റെ കണക്കിൽ നോക്കുമ്പോൾ അതൊരു ചെറിയ കാലമാണ്. പക്ഷേ മലയാള ചെറുകഥ ഈ ഒരു 125 വർഷം കൊണ്ട്, 130 വർഷം കൊണ്ട് താണ്ടിയിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് അത്ര ചെറുതല്ല. ആഖ്യാനം കൊണ്ടും പ്രമേയം കൊണ്ടും ആഖ്യാന തന്ത്രങ്ങൾ കൊണ്ടും ക്രാഫ്റ്റ് കൊണ്ടും ഒക്കെ വലിയ പരീക്ഷണങ്ങൾ ഈ ഒരു കാലയളവിനിടയിൽ മലയാള കഥയ്ക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വളരെ രസകരമായി കഥ പറഞ്ഞു പോവുക എന്നുള്ള ഒരു രീതിയായിരുന്നു മലയാളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, പിന്നീട് നവോത്ഥാന മൂല്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട്, അടിസ്ഥാന ജനതയുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും ഒക്കെ കഥ പറയുന്ന 2ാം തലമുറ വരുന്നുണ്ട്. അതിനുശേഷം മനുഷ്യന്റെ അസ്തിത്വ സംബന്ധിയായ വ്യഥകളെ ആവിഷ്കരിക്കുന്ന ആധുനികതയുടെ ഘട്ടം വരുന്നുണ്ട്. ഉത്തരാധുനികതയുടെ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് സ്ത്രീകളുടെയും ദളിതരുടെയും, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട അധികാരത്തിന്റെ നുഖങ്ങൾക്ക് അകത്ത് അമർച്ച ചെയ്യപ്പെട്ടു പോയ വിഭാഗങ്ങളുടെ കഥകൾ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഇനി സമകാലികതയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി സൂക്ഷ്മ രാഷ്ട്രീയത്തിന്റെ പല തലങ്ങളെ ആവിഷ്കരിക്കുന്ന കഥകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള ഈ 3 പേരും ഈ സമകാലിക മലയാള കഥയിലെ വളരെ ശ്രദ്ധേയമായ 3 പേർ എന്ന നിലയിൽ അവരോട് നമുക്ക് സംവദിക്കാനുള്ള സമയമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ കുറഞ്ഞ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്, അതുകൊണ്ട് ഞാൻ അധികം ഇതിനകത്ത് ഇടപെടുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ആദ്യം ഇവരുടെ 3 പേരുടെയും എഴുത്തനുഭവങ്ങളുടെ അല്ലെങ്കിൽ എഴുത്തിലേക്കുള്ള ഇവരുടെ കടന്നുവരവിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് തുടങ്ങാം എന്നാണ്. E.K. ഷീബയിൽ നിന്ന് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. മാനസി എന്ന് പറയുന്ന ആദ്യത്തെ ചെറുകഥ എഴുതിയതിനെ കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പിനകത്ത് പറയുന്നുണ്ട്. മരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ ജീവിതത്തിലേക്ക് വലിച്ചിട്ട ഒരു കഥയായിട്ടാണ് മാനസിയെ കുറിച്ച് പറയുന്നത്. എന്താണ് എഴുത്ത് എന്നതുകൊണ്ട് E.K. ഷീബ എന്ന വ്യക്തി അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് എഴുത്തിലേക്ക് കടന്നു വരാനുള്ള ഷീബയുടെ, അത് എഴുത്തിനകത്ത് നിലനിൽക്കാനുള്ള ഷീബയുടെ ഒരു പ്രചോദനം എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഒരിക്കലും ഒരു എഴുത്തുകാരിയാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല. വായന കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. അതായത് ഒരു പ്രൈമറി തലം തൊട്ട് അക്ഷരങ്ങൾ കൂട്ടി വായിച്ച മുതൽ പുസ്തകങ്ങൾ വായിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പൊറ്റക്കാടിനൊക്കെ വായിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അതിന് എല്ലാ ക്രെഡിറ്റും എൻ്റെ ഫാദറിനാണ് കൊടുക്കേണ്ടത്. കാരണം അദ്ദേഹമാണ് പുസ്തകങ്ങളോട് ഉള്ളൊരു അടുപ്പം ഉണ്ടാക്കിയത്. പിന്നെ ഭാവനയുടെ ലോകം എന്നും ഉണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ. അത് ഫാദറിന്റെ ഉമ്മ ഒരുപാട് കഥകൾ പറഞ്ഞു തരുമായിരുന്നു. അത് കാരണം ഉള്ളിൽ എന്നും ഒരു ഭാവനാലോകം ഉണ്ടായിരുന്നു. ഞാൻ ജീവിക്കുന്ന ലോകത്തിന് സമാന്തരമായിട്ട് ഒരു ജീവിതം കൂടി എനിക്ക് കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും എഴുത്ത് എന്നൊരു സംഗതി ജീവിതത്തിൽ കടന്നു വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല.
പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ തമാശക്ക് വേണ്ടി ഒരു കയ്യെഴുത്ത് മാസികയൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ മാറ്ററിന് വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ പരസ്പരം കഥയും കവിതയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരുന്നു. പക്ഷെ സീരിയസ് ആയിട്ട് ഒരു കഥ, അത് താമസി എന്നാണ് കഥയുടെ പേര്, അത് എഴുതുന്നത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. ആ സമയത്ത് ഒരു പത്രവാർത്തയിൽ നിന്ന് ഒരു അമ്മയും ചെറിയ പെൺകുട്ടിയും കടലിൽ ചാടി സൂയിസൈഡ് ചെയ്തൊരു വാർത്ത കണ്ടു. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ അതിന്റെ പിറകിലേക്ക്, അതൊരു ചെറിയൊരു ന്യൂസ് ആയിരുന്നു, പക്ഷെ ഞാൻ അതിന്റെ പിന്നിലേക്ക് ഇങ്ങനെ പോയി, എന്തായിരിക്കും അവരങ്ങനെ കൊണ്ടുപോയി ജീവൻ ഒടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളത്. അങ്ങനെയുള്ള ആ ചിന്ത അങ്ങനെ അതിര് കടന്നു പോയി. അങ്ങനെയാണ് ആ കഥ എഴുതുന്നത്. ആ കഥ എഴുതിയത് എനിക്ക് തന്നെ ഒരു തൃപ്തികരായിരുന്നില്ല. അത് കാരണം ഞാൻ ആരെയും കാണിച്ചതൊന്നുമില്ല. പിന്നീട് വനിതയുടെ കഥാമത്സരം വന്നപ്പോൾ ആരും അറിയാതെ ഞാൻ ആ കഥ അയച്ചു. അതിന് സമ്മാനം കിട്ടി. അങ്ങനെയാണ് ഞാൻ ശരിക്കും എഴുത്തിലേക്ക് വിളിച്ചപ്പെടുന്നത്. വി കെ ദീപയിലേക്ക് ഇവരുടെ ഇനീഷ്യലുകൾ തമ്മിലുള്ള ഒരു മാറ്റമാണ്. ദീപയിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലളിതമാണ് എന്ന് തോന്നുമെങ്കിലും അത്ര ലളിതമല്ലാത്ത ചില കഥാപരിസരങ്ങൾ, നമുക്ക് അപരിചിതമായിട്ടുള്ള ചില കഥാപരിസരങ്ങളെ കൊണ്ടുവരുന്ന കഥകളാണ് ദീപയുടേത്. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് എഴുത്തിലേക്ക് വരുന്നത്? എന്താണ് എഴുത്തിന്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്? വേദിയിലിരിക്കുന്നവരും ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും നിറയെ സ്നേഹം. കഥയിലേക്ക് എന്നാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തിലാണ് ഇല്ലാത്തത്, ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇല്ലാത്തത് എന്നുള്ളത് തിരിച്ചറിയായിരിക്കും ചിലപ്പോൾ ആദ്യം ചെയ്തിട്ടുണ്ടാവുക. എല്ലാ കുട്ടികളെയും പോലെ ആദ്യം പോയത് പാട്ട് പഠിക്കാനാണ്. അതിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പോയി എൻ്റെ ഒരു ധാരണ, ഒരു 2 ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ എസ് ജാനകിയെ പോലെ പാടുന്നായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞ് ഡാൻസിലേക്കാണ് ചെറിയ കുട്ടികളാകുമ്പോൾ പോവുക. അപ്പൊ അത് ഭയങ്കര കായികാധ്വാനം വേണം, ഡാൻസിന് അടിയും കിട്ടും. അപ്പൊ തൽക്കാലം അതൊന്നും ഒഴിവായി. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു, ഇതേപോലെ പുസ്തകങ്ങൾ വായിക്കുക, അതേക്കുറിച്ച് എഴുതുക എന്നുള്ളതായിരുന്നു. അപ്പൊ ചെറിയ ഡയറി കുറിപ്പ് കാര്യങ്ങൾ അങ്ങനെ എഴുതി വെക്കുമായിരുന്നു ഞാൻ. അത് അമ്മ വായിക്കുമായിരുന്നു. അമ്മ നല്ലൊരു വായനക്കാരിയായിരുന്നു. അതുകൊണ്ട് ധാരാളം പുസ്തകങ്ങളുള്ളൊരു വീടായിരുന്നു. ഇഷ്ടംപോലെ ബുക്ക് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഭാവനാത്മകമായ ലോകം നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു, നമ്മൾ ബുക്കിൽ വെക്കുന്നു, നമ്മൾ വായിക്കുന്നു എന്നുള്ളതിലപ്പുറം വേറെ ആളത് കാണിക്കുകയോ ഇരിക്കുകയൊന്നും വർഷങ്ങളോളം ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ അടുത്ത് കുറേ വൈകിട്ട് എഴുത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അമ്മയുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് സമയമാകുമ്പോൾ അത് പുറത്തേക്ക് വന്നോളും, അല്ലാതെ നമ്മൾ അയക്കാനൊന്നും നിർബന്ധിച്ചിരുന്നില്ല, നമുക്കത് തോന്നിയിരുന്നില്ല. അങ്ങനെയായിരുന്നു എഴുത്തിന്റെ ഒരു ലോകത്തിലൂടെയുള്ള എൻ്റെ കടന്നുപോക്ക്. കഥാമേഖല എന്ന് പറയാൻ ഞാൻ കുറിപ്പുകൾ എഴുതാറുണ്ട്, കവിത, പിന്നെ യാത്രാവിവരണങ്ങളൊക്കെ എഴുതാറുണ്ട്. അതൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയും കഥ പുറത്തു വരികയും ചെയ്തുകൊണ്ട് കഥയാണ് മേഖല എന്നുള്ള ഒരു രീതിയിലാണ് അത് വായിക്കുന്നത് കൊണ്ട് കാണുന്നത്. എഴുത്താണ് എനിക്ക് കുറച്ചുകൂടി ഒരു കംഫർട്ടായ മേഖല എന്ന്, വായനയിലും ആണ് കുറച്ചുകൂടി കംഫർട്ടായ മേഖല എന്ന് തിരിച്ചറിഞ്ഞു എന്ന് മാത്രം ഒരു കാലഘട്ടം എത്തുമ്പോൾ. പിന്നെ എഴുത്തിലേക്ക് വരാനുള്ള പ്രചോദനം ഞാൻ വിചാരിച്ചത്, എൻ്റെ വീട്ടിൽ അമ്മ വായിക്കും, ധാരാളം പുസ്തകങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കണം എഴുത്തും വായന ഇഷ്ടമായതെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വായിക്കും, ഞാൻ വാങ്ങിയ പുസ്തകങ്ങളും എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ അമ്മ വാങ്ങിയ ബുക്കുണ്ട്, വീട്ടിലും നല്ലൊരു ലൈബ്രറി ഉണ്ടായിട്ട് എൻ്റെ 2 മക്കളും വായിക്കില്ല. അപ്പൊ അവർക്ക് വായിക്കാൻ പറയുമ്പോൾ മടിയാണ്, ഇഷ്ടമല്ല വായിക്കുന്നത്. അപ്പൊ വീട്ടിലൊരാൾ വായിക്കുന്നതുകൊണ്ടോ വീട്ടിലൊരു ലൈബ്രറി ഉണ്ടോളോ ചുറ്റും പുസ്തകങ്ങളുള്ളതുകൊണ്ടോ മാത്രം ഒരാൾ വായനക്കാരനായി മാറുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഒരു ജന്മസ്വഭാവമാണ് തോന്നുന്നു. കുറേ വായന നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു കഥ വായിച്ച് പകുതിയാക്കി 1ാം ക്ലാസ്സിലെ മേശപ്പുറത്തോടെ വെക്കുമ്പോൾ, ഇന്റർവെല്ലിന് ബെല്ലടിക്കുമ്പോൾ 2 കുട്ടികൾ വന്ന് ചോദിക്കും, ഈ കഥയുടെ ബാക്കി എന്താന്ന്. ബാക്കി എല്ലാവരും കളിക്കാനോടും. അപ്പൊ ആ 2 കുട്ടികളെ ഉണ്ടാവുള്ളൂ യഥാർത്ഥ വായനക്കാർ ശരിക്കും. ബാക്കിയുള്ളവരെ വായന നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വായനയാണ്. അപ്പൊ അതുപോലെ വായന എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കണം പിന്നീട് പതിയെ എഴുത്തിലേക്ക് വന്നതെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മനോരമ 1ാം ക്ലാസ്സിലെ അനുഭവങ്ങളെ കുറിച്ചൊരു കുറിപ്പ് ചോദിച്ചിരുന്നു. ആ കുറിപ്പ് കൊടുത്ത സമയത്ത് ഒരു ലെറ്റർ എനിക്ക് കിട്ടി. നിങ്ങളുടെ കുറിപ്പ് വായിക്കുമ്പോൾ കഥ വായിക്കുന്ന പോലെ ഉണ്ട്, കഥ എഴുതിക്കൂടെ എന്ന് ചോദിച്ചിട്ട് ഒരു പോസ്റ്റ് കാർഡ്, ഒരു കത്ത് കിട്ടി. ആ സമയത്ത് ഞാനൊരു കഥ എഴുതിയിരുന്നു. അപ്പൊ ഞാനത് കന്യക മാഗസിനിലേക്കാണ് കൊടുത്തത്. അത് പ്രസിദ്ധീകരിച്ചു വന്ന ഒരു കൗതുകത്തിലാണ് പിന്നെ ഭാഷാഭൂഷണിക്കും കലാകൗമുദിക്കും ഓരോന്ന് അയച്ചത്. പിന്നെ സ്വാഭാവികമായിട്ടും കഥകൾ എഴുതുമ്പോൾ ഇതേപോലെ കൊടുത്തു തുടങ്ങി. അങ്ങനെ കഥാലോകത്തിലേക്ക് വന്നു പതുക്കെ. 2 ബുക്കുകളും ഒക്കെ ഇറങ്ങി.
ഡിന്നുവിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ ഈ ഷീബയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഡിന്നുവിന്റെ കഥാസമാഹാരമായിട്ടുള്ള ക്രായുടെ ആമുഖത്തിനകത്ത് ചെറുപ്പകാലത്തുണ്ടായിട്ടുള്ള ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത് എന്ന്. അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ അനുഭവം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു എഴുത്തിന്റെ പ്രചോദനമായിട്ട് മാറുകയായിരുന്നു എന്നുള്ളതാണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടതിൻ്റെ സ്നേഹവും സന്തോഷവും ഇതിൻ്റെ സംഘാടകരെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 കഥാകൃത്തുക്കളാണ് ഷീബേച്ചിയും അതുപോലെ തന്നെ ദീപേച്ചിയും. അവരുടെ കൂടെ ഈ വേദി പങ്കിടാൻ തന്ന അവസരത്തിന് സന്തോഷം അറിയിക്കുന്നു. എങ്ങനെയാണ് എഴുത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ള സമാന ചോദ്യം തന്നെയാണ് എൻ്റെ അടുത്തും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ കഥാസമാഹാരം ഈ വർഷമല്ല 2014 ഒരു അവസാനത്തോടു കൂടിയാണ് ഇറങ്ങിയിട്ടുള്ളത്, 24. ആ സമയത്ത് അതിൻ്റെ ആമുഖത്തിൽ ഞാൻ എഴുത്തിലേക്ക് കടന്നു വരുവാനുണ്ടായിട്ടുള്ള ഒരു അനുഭവത്തെയാണ്. കാരണം ചെറുകഥ എഴുതുന്നതിന് മുൻപ് തന്നെ ഞാൻ അതിന് തൊട്ട് മുൻപ് 1-2 കവിതകൾ എൻ്റെ ആഴ്ചപ്പതിപ്പുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനു മുൻപ് ഞാൻ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മലയാള അധ്യാപിക നമ്മുടെ അടുത്തൊരു അനുഭവക്കുറിപ്പ് എഴുതാനായിട്ട് പറയുണ്ടായി. അപ്പോൾ ആ ഒരു അനുഭവം എഴുത്തിയതിലൂടെയാണ് ഞാനൊരു എഴുത്ത് എന്ന് പറയുന്ന ഒന്നിലേക്ക്, സാഹിത്യം എന്ന് പറയുന്ന എഴുത്തല്ല, അത് നമ്മളുടെ ആ ഒരു പ്രായത്തിലെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അല്ലെങ്കിൽ നമുക്ക് വളരെ അനുഭൂതി തന്നിട്ടുള്ള ഒരു അനുഭവത്തെ എഴുതുക എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതിയ സമയത്ത് പലരിടത്തും പറയുന്ന സമയത്ത് പലർക്കും അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്, അതായത് ആ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് എനിക്ക് ഇപ്പോഴും വളരെ അവ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് എഴുതിയിട്ടുള്ളത്, ആരും അറിയാതെ ദൈവം എനിക്ക് മാത്രമായി ഒരു രാത്രിയെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ അനുഭവിച്ചൊരു അനുഭവമാണ്. എൻ്റെ വീട് നിൽക്കുന്നത് വയനാട്ടിലാണ്. വയനാട്ടിൽ ഒരു മലയുടെ ഒരു താഴ്വരത്ത് മുൻപിൽ പാടമാണ്. ആ പാടത്തിൽ അവിടെ അന്ന് നമ്മുടെ വീട് എന്ന് പറയുന്നത് ഷെഡ് പുര എന്ന് പറയും. നമ്മൾ അങ്ങനെ വലിയ കട്ട കൊണ്ട് കെട്ടിയ അങ്ങനത്തെ കെട്ടിടങ്ങളൊന്നുമല്ല, നമ്മൾ പുതിയ സ്ഥലം എടുത്ത് വാങ്ങി അവിടെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഷെഡ് പുരയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ ഒറ്റമുറി വീടായിരുന്നു. അവിടെ നമ്മളെല്ലാവരും ഒരു കട്ടിൽ ഇങ്ങനെ ഇട്ടിട്ട് അടുപ്പിച്ചിട്ടിട്ട് അതിനകത്താണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എനിക്ക് ഇപ്പോഴും എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ആ നാട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആ വയലാവുന്നത് കൊണ്ട് തന്നെ അവിടെ ഈ നിലാവൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പം അതേപോലെ തന്നെ കുട്ടിയായിരിക്കുന്ന ഞാനൊരു 4-5 വയസ്സുള്ള സമയത്താണെന്ന് തോന്നുന്നു, ഇവരെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ആ സമയത്ത് ഞാൻ ഒരു സമയത്ത് പെട്ടെന്ന് എണീക്കുന്ന സമയത്ത് ഞാൻ പുറത്തോട്ട് നോക്കുന്ന സമയത്ത് അവിടെ പകല്, അതായത് പകലിനെ ഞാൻ കാണുകയാണ്. കൃത്യമായിട്ട് ഒരു വെളിച്ചം പോലെ ഞാൻ ആ ഒരു പകലിനെ കാണുകയാണ്. പക്ഷെ അത് വീട്ടിലെല്ലാവരും എല്ലാ ദിവസത്തെയും പോലെ ആ രാത്രി ഉണർന്നിട്ടുമില്ല, അവർ കിടക്കുക തന്നെയാണ്. അപ്പൊ ഞാൻ കരഞ്ഞുകൊണ്ട് എണീറ്റു. ആ സമയത്ത് എന്നെ പുറത്തോട്ട് മൂത്രിക്കാനൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും ഇവർ ഉറങ്ങുകയാണ്. ഞാൻ എന്നിട്ട് നമ്മുടെ ജനാല എന്ന് പറയുന്നത് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു ജനാലയാണ്. ആ സ്ഥലത്ത് കൂടെ ഞാൻ പോയി ഇറങ്ങി. അന്ന് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള മാവിൻ ചോട്ടില് കളിച്ചതിന്റെ ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഞാൻ പോയി. അന്ന് നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കാറുള്ള പല ആ അനുഭവം ഞാൻ അനുഭവിച്ചതുണ്ട്. പക്ഷെ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്തോ ഒന്നിനെ എനിക്കത് ഓർത്തെടുക്കാനും പറ്റുന്നില്ല. പിറ്റേ ദിവസം ഞാൻ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു വൈക്കോൽത്തുറവിന്റെ ചോട്ടില് ഞാൻ കിടക്കുന്നതാണ് വീട്ടുകാർ കാണുന്നത്. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പിന്നീട് പനി വരാൻ തുടങ്ങി. പനി വന്നിട്ട് എന്നെ ഒരു മുത്തൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഭസ്മൊക്കെ തേച്ചിട്ട് കയ്യിലെ ചരടൊക്കെ കെട്ടിച്ച് തന്നിട്ടുണ്ട്. അപ്പോ ഇത് ചിലപ്പോ എനിക്ക് ഉറക്കത്തിൽ എണീറ്റ് നടന്നു പോകുന്ന ഒരു ഇതുണ്ട് എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ട് വീട്ടില്. അതായിരിക്കാം. എന്നിരിക്കലും ഒരുപക്ഷെ ഒരു സ്വപ്നമായിരിക്കാം. ആ സ്വപ്നത്തിലെ പല കാര്യങ്ങളുമായിരിക്കാം അത്. എന്നിരിക്കൽ തന്നെയും ഞാൻ ആ സ്വപ്നത്തിൽ ഞാൻ അനുഭവിച്ച ആ തേനിങ്ങലുകാരുടെ പറമ്പിലെ ആ മോവൻ ചോട്ടിൽ കളിക്കുന്ന സമയത്തും, അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ആ വീട്ടിമരത്തിന്റെ ചോട്ടിൽ നിന്ന സമയത്തും, തോട്ടിലൂടെയൊക്കെ പോയ സമയത്തും എന്തോ ഒരു സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട്. അതിന് പക്ഷെ എനിക്ക് ഓർത്തെടുക്കാനും പറ്റുന്നില്ല.
അപ്പോൾ അതിൻ്റെ ഒരു അതാണ് ഞാൻ അനുഭവമായിട്ട് ആ സമയത്ത്, അത് ഇങ്ങനത്തെ ഒരു ഭാഷയിലൊന്നല്ല എഴുതിയിട്ടുള്ളത്, അതൊരു ചിതറിച്ചുകൊണ്ടുള്ള ഒരു ഭാഷയിലായിരുന്നു. അത് തന്നെയാണ് ഞാൻ എൻ്റെ ഈ ഒരു എഴുത്തിൻ്റെ ആമുഖത്തിലും എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതീന്ദ്രിയമായിട്ടുള്ള എന്തൊക്കെയോ അനുഭവങ്ങൾ മനുഷ്യരെ നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഷീബേച്ചിക്ക് അറിയാം, ഞാൻ 2014 ഞാൻ ഷീബേച്ചിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അഴിച്ചു കളയാനാവാത്ത ആ കാൽച്ചിലങ്കകൾ എന്ന് പറയുന്ന ആ ഒരു കുറിപ്പ് വായിച്ചതിലൂടെയാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത്. അത് വായിക്കുന്ന സമയത്തും ഇതേ തരത്തിലുള്ള ഒരു അനുഭൂതിയാണ് ആ ഒരു ലേഖനത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അത് എനിക്ക് പലതുമായിട്ടും കണക്റ്റായി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ എഴുത്തിലോട്ട് വരാനുള്ള ഒരു ആരംഭം, ഒരു അനുഭവക്കുറിപ്പാണ്. സർഗാത്മകതയ്ക്ക് പിന്നില് വ്യാഖ്യാനക്ഷമമല്ലാത്ത എന്തോ ചിലതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പറയുന്നതിന്റെ അർത്ഥം. പക്ഷേ ഈ കഥകളൊക്കെ നോക്കുമ്പോൾ, നമ്മൾ ഇവരുടെ എല്ലാം കഥകളിലൂടെ കടന്നു പോകുമ്പോൾ അത് കേവലം നമ്മുടെ കാൽപ്പനികമായ സർഗാത്മകത എന്ന ഒരു പശ്ചാത്തലത്തിനകത്ത് അല്ലെങ്കിൽ ഒരു വൃത്തത്തിനകത്ത് നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇവ ഓരോ കഥകളും ഓരോ തരത്തിലുള്ള രാഷ്ട്രീയങ്ങളെ വെളിപ്പെടുത്തുന്നവയാണ് എന്നുള്ളതാണ്. ഇപ്പൊ E.K. ഷിബയുടെ കഥകളിലേക്ക് വരികയാണെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ഭാഷയാണ്. പക്ഷേ അതിനകത്ത് ദേശീയതയുടെ പ്രശ്നങ്ങളുണ്ട്, സ്ത്രീയുടെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കീഴാളരുടെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ സമൂഹത്തിനകത്ത് ചുറ്റും നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പലതരത്തിലുള്ള വിഷയങ്ങളെ, പ്രശ്നഭരിതമായ വിഷയങ്ങളെ ആണ് അവ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ E.K. ഷിബയിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയം കഥകളുടെ ഒരു വലിയ പ്രചോദനമായി തീരുന്നത്? അത് ഒരു ബോധപൂർവമായിട്ടുള്ള കടന്നുവരലാണോ? അത് ബോധപൂർവമായിട്ട് ഒരു രാഷ്ട്രീയവും കഥയിൽ കലർത്താൻ ശ്രമിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഞാൻ കുറച്ച് ഓവർ സെൻസിറ്റീവാണ്. അത് ഓരോ സംഗതികൾ കാണുമ്പോൾ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് അത് ബാധിക്കുന്നതിനാൽ കൂടുതൽ എന്നെ അത് ബാധിക്കാറുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവം കൂടിയാണ്. പക്ഷേ പലപ്പോഴും വിചാരിച്ച ഒരു അതിരിൽ അതെനിക്ക് നിർത്താൻ കഴിയാറില്ല. അപ്പം അതുകൊണ്ടൊക്കെ ഇപ്പൊ ഒരു സാധാരണ ഒരു ആക്സിഡന്റ് ആവട്ടെ, നമ്മുടെ കൺമുമ്പിൽ വന്നൊരു ആക്സിഡന്റ് നമ്മൾ ഒരാൾ കണ്ടു, കുറച്ച് ദിവസം അതിന്റെ ആഘാതം ഉണ്ടായി മാറിയേക്കാം. പക്ഷെ എന്നെ ചിലപ്പോ അത് മാസങ്ങളോളം വേട്ടയാടും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണുമ്പോഴാണ് കഥ എഴുതി കഴിഞ്ഞാൽ അത് എൻ്റെ മനസ്സിൽ നിന്ന് എനിക്കത് റിമൂവ് ചെയ്യാൻ കഴിയാറുണ്ട് ഒരു പരിധി വരെ. അപ്പൊ അതുകൊണ്ട് സമകാലിക സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പലപ്പോഴും ആഴത്തിൽ മുറിവേൽക്കുന്നുണ്ട്. ആ മുറിവ് ഉണക്കാനുള്ളൊരു ശ്രമം എന്ന നിലയിലാണ് എഴുതുന്നത്. അത് പക്ഷേ അറിഞ്ഞുകൊണ്ട് ഈ തീം വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയം പറയാൻ വേണ്ടി എഴുതണം എന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ നമ്മളുടെ ഉള്ളിൽ നിന്ന് അത് അറിയാതെ, ഇപ്പൊ നേരത്തെ ഡിന്നു പറഞ്ഞതുപോലെ ഞാനല്ലാതെ ഏതോ ഒരാൾ എഴുതുന്ന പോലെ എനിക്ക് എൻ്റെ കഥകൾ വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു സംഗതിയാണ്, ഞാനാണോ ഇത് എഴുതിയത് എന്നുള്ളത്. കാരണം ശരിക്കുള്ള ഞാൻ വളരെ നോർമലായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്ന, സാധാരണ പോലെ ഒരു സർക്കാർ ജോലിയാണ് അത് ചെയ്യുന്ന, ഒട്ടും എന്താ പറയാ ഒരു ക്രിയേറ്റീവ് അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ എഴുതിയ കഥകൾ പിന്നെ ഒരു കുറച്ച് കാലം കഴിഞ്ഞ് വായിക്കുമ്പോൾ എനിക്ക് അതിന് അത്ഭുതം തോന്നാറുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ, വിഷമിച്ചിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാൻ പലപ്പോഴും സമയം കിട്ടാറില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഏതോ ഒരു ഞാൻ എൻ്റെ ചുറ്റുമുള്ള വിഷമങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നത്, അതൊരു സമാന്തര ജീവിതമാണ് എഴുത്ത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ രാഷ്ട്രീയവും എൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം ഞാൻ അങ്ങനെ പറഞ്ഞ് തീർക്കുന്നതാവും. ദേശീയതയുടെ പ്രശ്നങ്ങളാണെങ്കിലും ശരി, ഒക്കെ ഈ സമീപകാലത്തുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ വല്ലാതെ വേദനിപ്പിക്കുകയും എപ്പോഴും ആകുലതയോടുകൂടി ലോകത്തെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എഴുതി കഴിയുമ്പോൾ കുറെയൊക്കെ എൻ്റെ തലയിൽ നിന്ന് ഇറങ്ങിപ്പോവും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ വിഷയങ്ങൾ കഥകളിൽ കൂടുതലായിട്ട് കടന്നു വരുന്നത്. ഞാൻ കീഴാളൻ എന്ന് പറയുന്ന കഥയും അതുപോലെ ബുദ്ധനും വ്യാളിയും പോലെയുള്ള കഥകളൊക്കെ ഓർമ്മിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. VK ദീപയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ
പിന്നെ താങ്കൾ തന്നെ പറഞ്ഞു കുറിപ്പുകൾ എഴുതുന്ന കാര്യത്തെക്കുറിച്ച്. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ അവർ BK ദീപയെ പിന്തുടരുന്ന ആളുകളാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ, വളരെ രസകരമായിട്ടുള്ള ഭാഷയിൽ എഴുതുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറുചിരിയോട് കൂടിയിട്ടല്ലാതെ നമുക്ക് ആ ഒരു കുറിപ്പ് മുഴുമിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ കഥകളിലേക്ക് വരികയാണെങ്കിൽ കഥകൾ വായിച്ചു തീർക്കുമ്പോൾ അതിയായ ഒരു വേദനയിലൂടെ അല്ലെങ്കിൽ ഒരു പിടച്ചിലൂടെ അല്ലാതെ നമുക്ക് ആ കഥകളിൽ നിന്ന് ഇറങ്ങിപ്പോരാനും പറ്റാറില്ല. അപ്പോൾ ഈ ഒരു അന്തർലോകങ്ങളെ, വേദനാനിർഭരമായിട്ടുള്ള അല്ലെങ്കിൽ യാതനയുടേതായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യര് പുറമേക്ക് കാണുന്ന മനുഷ്യരുടെ ഉള്ളിലുള്ള ലോകത്തെ ആവിഷ്കരിക്കുന്ന ഈ കഥകൾ എന്തുകൊണ്ട് അങ്ങനെ കഥകൾ വരുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെപ്പോഴും കാണുന്ന മനുഷ്യരായിരിക്കില്ല ശരിക്കുള്ള നമ്മളുടെ ഒക്കെ ഉള്ളില്, എല്ലാവരുടെ ഉള്ളിലും വേറൊരു ലോകം ഉണ്ടായിരിക്കും. ചിലവർക്ക് അത് പ്രകടമായി തന്നെ വരും, ചിലവരത് അവരുടെ മരണം വരെ രഹസ്യമായിട്ട് ഇരിക്കുന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു വീട്ടിൽ ട്യൂഷന് പോകുമായിരുന്നു. അതിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു വീടുണ്ട്. ആ വീട്ടിലൊരു ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞുണ്ട്. ഭർത്താവ് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഭാര്യ എടുത്ത് വട്ടം കറക്കകത്ത് കൊണ്ടുവന്നു, കുഞ്ഞിനും മധുരപലഹാരം കൊടുക്കുന്നു. അങ്ങനെ അവരുടെ ഒരു ഭയങ്കര റൊമാൻറ്റിക് ലോകം കാണാണ്. അപ്പൊ ഞാനൊരു 7 കണ്ട തോന്നുന്നു. അപ്പൊ നമ്മളുടെ മനസ്സിൽ ഇതൊന്ന് പഠിത്തം തീർന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചാൽ മതി, അങ്ങനെ സുഖമായിട്ട് നമുക്ക് ജീവിക്കാന്നുള്ള ഒരു കൊതി വരികയാണ്. അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ആ വീട്ടിലുള്ള ഹസ്ബൻഡും ഭാര്യയും പിന്നെ ഇവരും ഭാര്യയും കൂടിയിട്ട് കുഞ്ഞും തീ കൊളുത്തി മരിച്ചു എന്നുള്ളതാണ് അറിയുന്നത്. അപ്പൊ തലേ ദിവസം വരെ കണ്ടപ്പോൾ നമുക്ക് കൊതി തോന്നിയ ഒരു ജീവിതം ഒറ്റ രാത്രി കൊണ്ട് വേറൊന്നായി മാറി. അപ്പൊ അവരനുഭവിച്ച പ്രഷർ അല്ലെങ്കിൽ അവരനുഭവിച്ച വേറൊരു ലോകം, അവരെ മരണത്തിനോട് തൊട്ടടുത്ത് നിന്നിട്ടാണ് അവരിത് ചെയ്തിരുന്നത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നും. അപ്പോൾ ഓരോ മനുഷ്യരും അവരവരുടെ ഒരു ആന്തരിക സംഘർഷങ്ങളൊക്കെ ഉള്ള ഒരു ഇരുണ്ട ലോകം എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊരു സാറുണ്ടായിരുന്നു, ഒരു മാഷുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര സ്ത്രീ സമത്വവാദിയായിരുന്നു. ഓരോ സ്ത്രീകളും എങ്ങനെ മുന്നോട്ട് വരണം എന്നുള്ളത്, നമ്മളെങ്ങനെ പുറത്ത് നേടി സ്വാതന്ത്ര്യം നേടുന്നതിനെ നിരന്തരം ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കും എന്ത് സുഖമായിരിക്കും മാഷിന്റെ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് ആലോചിക്കും. അങ്ങനെ ഒരു ദിവസം മാഷ വീട്ടിൽ ചെല്ലണം. അമ്മ എന്തോ ഒരു കാര്യം, അമ്മ ടീച്ചറായിരുന്നു, അപ്പൊ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി ചെന്നതാ. അപ്പോൾ മാഷ വൈഫ് കുളിക്കുമ്പം മാഷ് വരുമ്പം പെട്ടെന്ന് ചായ ഉണ്ടാക്കാൻ വേണ്ടി ചായയുടെ പാത്രം, പഞ്ചസാര, തേയിലപ്പാത്രമൊക്കെ അടുത്ത് ഗ്യാസിന്റെ അടുത്ത് വെച്ചിട്ടാണ് അവർ കുളിക്കാൻ പോയിരിക്കുന്നത്. മാഷ് ഇത്രയും സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വീട്ടിൽ വന്ന മാഷ് ഈ ഒരു കപ്പ് ചായ കിട്ടാത്തതിന് കുളിമുറിയിൽ ഇരിക്കുന്ന ഭാര്യയെ ചീത്ത പറയുക. എന്നിട്ട് പറയുന്ന അടുത്ത വാചകം, നിനക്കൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടാക്കി തരാൻ നടക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന്. അപ്പൊ ആ ഒരു നിമിഷം കൊണ്ട് ആ വ്യക്തിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടേ നമ്മളുടെ മാറി മറിയാണ്. കാരണം പുറത്തൊരു വർത്തമാനവും ഉള്ളിൽ വരുമ്പോൾ വേറൊരു രീതിയിലാണ് പറയുന്നത്. ഈ ഒരു കപ്പ് ചായ സ്വയം ഉണ്ടാക്കി കുടിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. ഭാര്യ കുളി കഴിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഇത്രയും ഞാൻ വരുന്ന സമയമാണെന്ന് അറിയുന്ന നേരത്തെ തന്നെ വേണം നിനക്ക് കുളിക്കാൻ കയറാനുള്ള ചോദ്യത്തോടെ എതിരേൽക്കും. അപ്പൊ പുറത്ത് പറയുന്ന ആളും നമ്മൾ കാണുന്ന ആളും അതേ നിമിഷം വരെ ആരാധന തോന്നിയ ആളും എല്ലാം നേരിട്ട് നമ്മൾ കാണും. അപ്പൊ ഓരോ മനുഷ്യരുടെ ഉള്ളിലും ഓരോ ഇരുണ്ട ലോകവും ഉണ്ടാവും. ചില മനുഷ്യരുടെ ഉള്ളിൽ വളരെ പ്രകാശമാനമായ ലോകം ഉണ്ടാവും, അതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കില്ല. അപ്പൊ വെറുതെ മനുഷ്യരെ നിരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. അപ്പൊ ഒരു പക്ഷെ അത്തരം ചിന്തകളും അനുഭവങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഓരോ കഥാപാത്രങ്ങളെ നെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു വേറെ മുഖവും കൂടി, അതിന്റെ ഒരു ഡുവൽ പേഴ്സണാലിറ്റി പറഞ്ഞ മറ്റൊരു മുഖം കൂടി കഥകളിൽ ചിലപ്പോൾ അറിയാതെ കടന്നു വരാറുണ്ട്. അതായിരിക്കണം അങ്ങനെ തോന്നുന്നത്. ഡിന്നുവിനോട് ഞാൻ പേഴ്സണലി സംസാരിക്കുന്ന സമയത്ത് ഡിന്നു പറഞ്ഞ ഒരു കാര്യം, കഥകളിൽ വളരെ കുറച്ച് കഥകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ആ കഥകളിലൊക്കെ ഒരു ഊർജമായിട്ട് ഡിന്നുവിന് മാറിയിട്ടുള്ളത് ചരിത്രത്തെ കുറിച്ചുള്ള ഒരു ബോധമാണെന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ചരിത്രബോധം, അപ്പോൾ പ്രാണം പോലെയുള്ള കഥയായാലും അല്ലെങ്കിൽ ശബ്ദങ്ങൾ പോലെയുള്ള കഥയായാലും ഒക്കെ എങ്ങനെയാണ് ഈ ചരിത്രബോധം ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ഊർജമായിട്ട് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത്? ചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഗവേഷക വിദ്യാർത്ഥിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ചരിത്ര സംബന്ധമായിട്ടുള്ള പല ആലോചനകളും അന്വേഷിക്കാറും തേടാറുമുണ്ട്. അപ്പോൾ എൻ്റെ അവസാന കാലത്ത് ഞാൻ ഗവേഷണത്തിന് ജോയിൻ ചെയ്തതിന് ശേഷം 2 കഥകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ശബ്ദങ്ങളും അതുപോലെ തന്നെ വ്ളാദിമറിന്റെ ജനാലയും. അത് വളരെ ബോധപൂർവം എന്നല്ല, അതിനകത്ത് ചരിത്രം വളരെ പ്രത്യക്ഷമായി തന്നെ ആ ചരിത്രം എന്നുള്ള ആ ഒരു പ്രയോഗമൊക്കെ കടന്നു വരുന്ന 2 കഥകളാണ്. ഞാൻ ബഷീർ സാഹിത്യത്തെ വായിക്കാൻ തുടങ്ങിയ സമയത്താണ്, ബഷീർ സാഹിത്യം വായിക്കുക മാത്രമല്ല
ബഷീർ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും പല സംഭാഷണങ്ങളൊക്കെ അറിഞ്ഞ സമയത്താണ് ബഷീറിന്റെ എഴുത്തുകളെ നമ്മൾ കഥ, നോവൽ എന്ന ലേബലുകളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ ബഷീർ അതൊരിക്കലും സമ്മതിച്ചു തരൂല. ബഷീർ എല്ലാ സ്ഥലത്തും പറയുന്നത് ഞാൻ എഴുതുന്നത് ചരിത്രമാണ് എന്നുള്ളതാണ്. ബഷീർ ചെറുകഥയാണ്. ബഷീറിന്റെ അടുത്തൊരു ഒരാള്, ഒരു പത്രാധിപർ ചോദിക്കും, ഇപ്പോൾ നിങ്ങൾ ഈ തമാശ കഥകളൊന്നും എഴുതാറില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ബഷീർ പറയുന്നുണ്ട് ഞാൻ എഴുതുന്നത് ചരിത്രമാണ് എന്നുള്ളത്. അപ്പോൾ എന്തിലും ചരിത്രം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളില്, എൻ്റെ ഭാവനകളിൽ പോലും അതുപോലും ചരിത്രബദ്ധമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചരിത്രത്തെ സാഹിത്യത്തിൽ തിരയുന്ന സമയത്ത് മിക്കപ്പോഴും ഇപ്പോൾ തകഴിയുടെ എഴുത്തുകൾക്കകത്ത് ചരിത്രം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തിരഞ്ഞു പോകാനായിട്ട് സാധിക്കും. കാരണം കുട്ടനാടിൻ്റെ ആ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന നിലയിൽ രേഖപ്പെട്ടിട്ടുള്ളതാണ് ചരിത്രം എന്ന നിലയിലുള്ള സാമ്പ്രദായിക ധാരണകളൊക്കെ പൊളിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ചരിത്രത്തിന്റെ രേഖീയതയെ ചോദ്യം ചെയ്തുകൊണ്ട് അതിന്റെ തിരച്ചീതിനെ പറ്റിയിട്ടുള്ള ആലോചനകളൊക്കെ നമ്മുടെ ഗവേഷണ മേഖലകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ശബ്ദങ്ങൾ എന്ന് പറയുന്ന കഥ ഞാൻ എഴുതുന്ന സമയത്ത് അതൊരു സ്ത്രീയുടെ ചരിത്രം എഴുതുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം അതൊരു പക്ഷേ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ആഖ്യാനോ അല്ല, അതൊരു ഫാന്റസി എലമെന്റ് ഒക്കെ കടന്നു വരുന്ന ഒരു രചനയാണ്. ഒരു എഴുത്തുകാരൻ ഒരു ചരിത്രത്തെ ഇഷ്ടപ്പെടുന്ന ഒരാള്, വളരെ നാർസിസ്റ്റ് ആയിട്ടുള്ള, എന്നാൽ അദ്ദേഹം ഏർപ്പെടുന്ന ആ പ്രവൃത്തികൾ വളരെ ആനന്ദിക്കുന്ന ഒരു ചരിത്രകാരനായിട്ടുള്ള ഒരാൾ ഒരു ചരിത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ചില ഇരുട്ട്, അതായത് ബ്ലാങ്ക് ആയിട്ടുള്ള ആ ഒരു സ്പേസ് കാണുകയാണ്. അപ്പോൾ അതിന് തൊട്ട് മുൻപ് എഴുതി നിർത്തിയിരിക്കുന്നത് അതിന്റെ ഒരു പോയിന്റ് ആ ദിവസം രാത്രിയായിരുന്നു. കുഞ്ഞികൃഷ്ണന്റെ ചരിത്രം തിരയുകയാണ് ഇദ്ദേഹം. അപ്പൊ കുഞ്ഞികൃഷ്ണൻ ആ ഒരു സ്ഥലത്തേക്ക് കടന്നു ചെന്ന ആ സമയത്ത് രാത്രിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം വളരെ വളരെ വിഭ്രാത്മകമായിട്ട് ചെവി വെച്ചുകൊണ്ട് പിന്നെ ആ ചരിത്രത്തെ കേൾക്കുകയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന കുഞ്ഞികൃഷ്ണന്റെ ചരിത്രം അന്വേഷിക്കുന്ന ഇയാള് അതേ സമയത്ത് തന്നെ ഇയാളുടെ തൊട്ടടുത്ത് നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു തരം സ്വഭാവമുള്ള ഇയാളിൽ നിന്നും ഇയാളുടെ ഭാര്യ ആ ഒരു കുഞ്ഞികൃഷ്ണന്റെ കൂടെ പോകുന്നതായിട്ട് അവസാനം ഈ കേൾവിയിലൂടെ ഇദ്ദേഹം അനുഭവിക്കുന്നതാണ്. വളരെ റിയലിസ്റ്റിക് അല്ല, എൻ്റെ കഥകളൊക്കെ ഒരു ഫാന്റസി എലമെന്റ്സ് ഉള്ളതാണ്. അതുപോലെ തന്നെ വ്ളാദിമിറിന്റെ ജനാലയൊക്കെ ആയിക്കഴിഞ്ഞാലും അതിനകത്ത് ഒക്ടോബർ വിപ്ലവത്തിന്റെ സൂചനകളൊക്കെ വളരെ കൊരുത്തു വെച്ചിട്ട് തന്നെയാണ്. അതായത് എങ്ങനെയാണ് ഒരു സോഷ്യലിസത്തിന്റെ ആ ഒരു ഒക്ടോബർ വിപ്ലവത്തിന്റെ ആ ഒരു സന്ദർഭത്തെ പുതിയ കാലഘട്ടത്തിൽ ഉപയോഗിച്ച് ആ ഒരു ചരിത്രത്തിൽ നടന്ന ആ പ്രതിരോധത്തിലൂടെ ഇപ്പോഴത്തെ മനുഷ്യർക്കും എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുന്നത് എന്നുള്ള രീതിയിലോട്ടുള്ള ഒരു തരം ആലോചനയൊക്കെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബോധപൂർവം ചെയ്യുന്നതല്ല, നമ്മുടെ അബോധങ്ങളെ നമ്മൾ സംശീകരിച്ചിട്ടുള്ള നമ്മുടെ ഗവേഷണ സംബന്ധമായിട്ടുള്ള ആലോചനകളിലൊക്കെ നമ്മൾ സംശീകരിച്ചിട്ടുള്ള ചരിത്രം എന്നതിനെ പറ്റിയിട്ടുള്ള അബോധങ്ങൾ നമ്മുടെ എഴുത്തുകളിൽ കടന്നു വരുന്നതാണ്. ഷിബയിലേക്ക് വരാം. കനലെഴുത്ത് എന്ന് പറയുന്ന ഒരു കഥ, ആ കഥാസമാഹാരത്തിന്റെ പേരും അതുതന്നെയാണ്, കനലെഴുത്ത് എന്ന കഥയുടെ. അതിനകത്ത് മാലിനി നാരായണൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുടെ ഒട്ടും പ്രശസ്തയല്ലാത്ത, ആരാണെന്ന് ആർക്കും അറിയാത്ത, എന്നാൽ കുറച്ച് നല്ല കഥകൾ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരിയെ കുറിച്ചാണ്. ആ എഴുത്തുകാരിയെ തേടി ഇറങ്ങുന്ന ഒരു കഥാപാത്രമാണ് അതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെ തേടി ചെല്ലുന്ന സമയത്ത് കുടുംബത്തിന്റെ, സ്ഥാപിതമായ കുടുംബത്തിന്റെ ചുറ്റുപാടുകൾക്കകത്ത് പെട്ട് മരിച്ചുപോയ ഒരു എഴുത്തുകാരിയാണ് ആ കഥാവിന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എഴുത്തില് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി അതിനകത്ത് ചർച്ച ചെയ്യുകയാണ്. ലിംഗസമത്വം എന്ന് പറയുന്ന മറ്റൊരു കഥയ്ക്കകത്തും സമാനമായ രീതിയിൽ ഈ ലിംഗരാഷ്ട്രീയത്തെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനല്ല, ഇപ്പൊ ഈ അടുത്ത കാലത്ത് പ്രമീള നായരെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വളരെ സജീവമായിട്ട് നടക്കുകയൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഈ എഴുത്തിനകത്ത് സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ വ്യക്തി എന്ന നിലയിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ ആണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതെപ്പോഴും വളരെ വിവാദം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പം സ്ത്രീകളുടെ എഴുത്തും പിന്നെ ജെൻസ് എഴുതുമ്പോൾ ഉള്ളതും. എന്തൊക്കെ പറഞ്ഞാലും ലേഡീസിന് എഴുതാൻ കുറച്ചുകൂടി പരിമിതികൾ അല്ലെങ്കിൽ കുറച്ചുകൂടി കടമ്പകൾ കടക്കണം എന്ന് തന്നെയാണ്
എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം വീട് എപ്പോഴും തന്നെ എത്ര തന്നെ നമ്മൾ ഫ്രീ ആണെന്ന് പറഞ്ഞാലും എന്താണെന്ന് അറിയാത്ത ഒരു ചരട്, ഒരു അദൃശ്യമായ ഒരു ചരട് എപ്പോഴും സ്ത്രീകളുടെ മേലെ വീടുമായിട്ട് ഉണ്ട്. അത് ഞാൻ സിംഗിളായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പോലും ഇത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം. ഞാൻ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോഴും എന്തെങ്കിലും ഒരു തരത്തിൽ അവര് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം കനലെഴുത്ത് എന്നുള്ള കഥ എഴുതാനുണ്ടായ ഒരു സാഹചര്യം, ഞാൻ ഒരു PGക്കൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഭാഷാഭൂഷണിയുടെ ക്യാമ്പിലൊക്കെ പങ്കെടുത്ത സമയത്ത്, പിന്നെ അതിനുശേഷം ഇതുപോലെ തന്നെ 1-2 ക്യാമ്പിലൊക്കെ പങ്കെടുത്ത സമയത്ത് വളരെ ആക്റ്റീവായിട്ട് എഴുതിയിരുന്ന പല പെൺകുട്ടികളെയും പിന്നെ കാണാനില്ലാതായി. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പിന്നെയാണ് അവര് ഫേസ്ബുക്കിലൊക്കെ വെച്ച് പ്രത്യക്ഷപ്പെടുമ്പോൾ എഴുത്ത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതില്ലാതായിട്ടുണ്ട്. അങ്ങനൊരു സംഗതി അവർക്ക് എഴുതിയിരുന്നു എന്നുള്ളൊരു വിദൂരമായ ഓർമ്മ പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് പലരെയും വളരെ വിഷമകരമായ ഒരു അവസ്ഥയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആക്റ്റീവായിട്ട് എഴുതിയിരുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് എല്ലാവർക്കും സമാനമായ കഥകളാണ് പറയാനുള്ളത്. മിക്കവാറും എല്ലാവരും കല്യാണം കഴിഞ്ഞു, മക്കളായി, കുടുംബമായി, അങ്ങനെ പോയി. കൂട്ടത്തിൽ അവര് സൗകര്യപൂർവ്വം അവർക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സംഗതി എഴുത്തും ചിലപ്പോഴൊക്കെ വായനയുമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവങ്ങളിൽ നിന്നാണ് കനലെഴുത്ത് എന്നുള്ളൊരു കഥ എഴുതിയത്. കനലെഴുത്ത് വായിച്ചിട്ട് പല ആൾക്കാരും അവരുടെ ജീവിതമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് അതിശയോക്തി ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. കാരണം ഇന്നുണ്ട് കുറെ ആൾക്കാര് പിന്നെ കുടുംബം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മാത്രം കുത്തകയാണ് എന്നുള്ളത് പോലെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ കാലത്ര പുരോഗമിച്ചാലും എങ്ങനെയൊക്കെ മാറി എന്ന് പറഞ്ഞാലും, എത്രക്ക് സ്ത്രീ സമത്വം ഉണ്ടെന്ന് പറഞ്ഞാലും, ഇത് ഒരു ചെറിയൊരു അദൃശ്യമായ ചരട് ലേഡീസിന് ഒരു പരിമിതിയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമുക്കൊരു സ്പേസ് ഇല്ല, അതൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് ഒരു സ്ഥലത്ത് ചെന്നിരുന്നിട്ട് എഴുതാനോ ചിന്തിക്കാനോ പറ്റിയ ഒരു സാഹചര്യം ഭൂരിഭാഗം ആൾക്കാർക്കും ഇല്ല. സിംഗിളായ ഒരാളായ ഞാൻ പറയുന്നതാണ്. അതിനിപ്പോൾ ഫാമിലി ആയ ആൾക്കാർക്ക് ഇതിൽ കൂടുതൽ പറയാനുണ്ടാവും. പിന്നെ കുടുംബത്തിന്റെയും എല്ലാ കാര്യത്തിലും തന്നെ വളരെ സപ്പോർട്ടോട് എഴുതുന്ന ആൾക്കാരുണ്ടാവും, എനിക്കറിയില്ല. അത് എനിക്കും ഞാനുമായി കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരുടെ അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത്. ഇനി മറ്റുള്ളവർക്ക് കൂടുതൽ പറയാനുണ്ടാവും, അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ കനലെഴുത്ത് എന്നുള്ള കഥ എൻ്റെ ചില സുഹൃത്തുക്കളുടെ നിലച്ചുപോയ എഴുത്ത് ജീവിതത്തിന്റെ ഒരു ബാക്കി പത്രം എന്ന നിലയിൽ തന്നെയാണ് എഴുതിയത്. ഈ ചോദ്യത്തോട് ദീപയ്ക്കും പ്രതികരിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രതിസന്ധിയെ മറ്റൊരു തരത്തിൽ മറികടന്ന ഒരാളായിട്ടാണ് ദീപയെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഈ എഴുത്തിലെ ഫാന്റസിയുടെ ഒരു ലോകത്തെ കുറിച്ചാണ്. ഇപ്പോൾ ജീവനകല എന്ന് പറയുന്ന കഥയായാലും, ഹൃദയ ബുക്ക് എന്ന് പറയുന്ന കഥയായാലും, ഷൈൻസ് ലാബറിന്ത് എന്ന് പറയുന്ന കഥയായാലും ഒക്കെ നോക്കി കഴിഞ്ഞാൽ കുറെ മിറ കഥകളൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഒരു ഫാന്റസിയുടെ ഒരു ലോകം ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയും. ഇവിടെ ഷീബ പറഞ്ഞ പോലെ സ്ത്രീകൾ എഴുതുമ്പോൾ എന്ന് പറയുമ്പോൾ വീട് എപ്പോഴും ഒരു നീരാളിയെ പോലെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുക. അപ്പൊ നമ്മളതിനെ മറികടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധപൂർവം മറികടന്നതാണ്. അപ്പൊ ഞാനൊക്കെ വീട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളോട് അഭിപ്രായം ചോദിക്കുക അടുക്കളയെ കുറിച്ചിട്ടാണ്. അടുക്കള എങ്ങനെ വലുതാക്കണോ, അടുക്കള ചെറുതാക്കണോ, സ്ലാബ് ഉയരത്തിൽ വേണോ, താഴെ വേണോ എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ടൊരു മുറി വേണം എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ എത്രയും ബുദ്ധിമുട്ടി ഇപ്പം നിൽക്കുന്ന സമയത്ത് പിന്നെ നിനക്ക് സ്വന്തമായിട്ടൊരു മുറി മിണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞു. കാരണം സ്വന്തമായിട്ടൊരു മുറി എന്നുള്ളത് അവർക്ക് ചിന്തിക്കാനും സങ്കല്പിക്കാനും പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ജീവിതത്തിൽ ഞാൻ ഏറ്റവും കുറച്ച് സമയം നിൽക്കുന്ന സ്ഥലമാണ് അടുക്കള. ആ അടുക്കളയെ കുറിച്ച് മാത്രം നമുക്ക് എന്ത് അഭിപ്രായം പറഞ്ഞാലും അത് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചെയ്തു തരും. പക്ഷെ നമ്മളുടെ ഒരു എഴുത്തുമുറി എന്നുള്ള ഒരു ആവശ്യം ഡിമാൻഡ് ചെയ്യപ്പെടുമ്പോൾ എന്തിനെന്നുള്ളൊരു ചോദ്യമാണ് ആദ്യം വരിക. അങ്ങനെ നിർബന്ധപൂർവ്വം ഞാൻ ലോൺ എടുക്കുന്ന വീടാണെങ്കിൽ എനിക്ക് അതിനകത്തൊരു റൂം വേണം എന്ന് പറഞ്ഞു. റൂം ഇല്ലെങ്കിലും പിന്നെ റൂം പോലെ ബാൽക്കണിയുടെ ഒരു സൈഡ് കെട്ടിയെടുത്ത് റൂമായി പുറത്തേക്ക് തുറക്കുന്ന ജാലകങ്ങളോടുകൂടി റൂം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന്
വീട്ടിനകത്ത് ഉണ്ടാക്കി. ലൈബ്രറി സ്പേസുകളും പിന്നെ പാട്ട് കേൾക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ആക്കിയിട്ട് ഞാനൊരു റൂം, എൻ്റെ റൂം എന്നുള്ള നിലയ്ക്ക് നമുക്കതിൽ ഇരിക്കാൻ ഇപ്പം ചിലപ്പോൾ 10 മണി കഴിഞ്ഞ് 12 മണിയായിട്ട് സമയം കിട്ടുമെങ്കിലും അത് എൻ്റെ മുറി എന്നുള്ളതാക്കി ഞാനത് എഴുതിയാലും ഇല്ലെങ്കിലും, ഞാനന്ന് എഴുത്തിലേക്കൊന്നും വന്നിട്ടില്ല, വായിക്കുന്ന ടൈമാണ്. അപ്പം എഴുതുന്നുണ്ട് വീട്ടിൽ ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട്, പ്രസിദ്ധീകരിച്ചു തന്നിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു സ്വന്തം മുറി, എൻ്റെ ഒരു സ്പേസ് ഞാൻ ആ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തു, ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്തു. അപ്പം നമ്മൾ ഇനി കഥ എഴുതാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായി വായിക്കുന്ന ആളാണ് എൻ്റെ അമ്മ. അമ്മ പോലും ചോദിക്കും എന്നോട് കഴിഞ്ഞോ എന്ന് ചോദിക്കും നമ്മൾ 2.5 മണിക്കൂർ കഴിയുമ്പോൾ. അപ്പം ഞാൻ തമാശക്ക് പറയും, ഞാൻ മുട്ടടായിരിക്കുന്നല്ല, ഒരു കഥ എഴുതാനിരിക്കുന്നതാണ്. ചിലപ്പോൾ 4, 5, 6 ദിവസം കഴിഞ്ഞാൽ നമുക്കൊന്നും എഴുതാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ പറയും ഒന്ന് ഇത്തിരി ഒരു സമാധാനം തരണേ, നമ്മളൊന്ന് ഒരിത്തിരി എഴുതാതിരിക്കണമെന്ന് പറയും. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ 100 കാര്യങ്ങളായിട്ട് നമ്മളെ വീട് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു പുരുഷൻ എഴുതുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു എഴുതാണ്, ശബ്ദം ഉണ്ടാക്കണ്ട, ഒരു മഹത്തായ പ്രക്രിയ. നമ്മൾ എഴുതുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് കയറും, അല്ലെങ്കിൽ വീട്ടിന്റെ തിരക്കിലേക്ക് വരുന്ന വീട് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം എപ്പോഴും എത്ര വലിയ ആളായാലും അത് നേരിട്ടുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ തമാശക്ക് പറയേണ്ടത്, വെറുതെ അല്ല ഓരോരുത്തർ റൂമൊക്കെ വാടകയ്ക്ക് എടുത്ത് പോയിരുന്നിട്ടൊക്കെ എഴുതുന്നതെന്ന്. അപ്പം ഇപ്പം ഈ ഫോൺ ഉള്ളതുകൊണ്ട് റൂം വാടകയ്ക്ക് എടുത്താലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, ഓരോ മിനിറ്റ് കഴിഞ്ഞാലും വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം വീട് എപ്പോഴും സ്ത്രീകളെ നമ്മൾ എത്രയൊക്കെ മുന്നിലാണ് പറഞ്ഞാലും, ആ പരിമിതികളൊക്കെ നമ്മൾ മറികടന്നു പറഞ്ഞാലും ഈ പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നൊരു ഇതാണ്. പിന്നെ ഫാന്റസി എന്ന് പറഞ്ഞാൽ എൻ്റെ കഥകളിൽ സ്വാഭാവികമായിട്ടും ഫാന്റസി ധാരാളം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഫാന്റസിക്കായിട്ട് കഥകൾ എഴുതുന്നത്. അത് കുട്ടിക്കാലം തന്നെ എൻ്റെ കൂടെ വളർന്നു വന്ന ഒന്നാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കിയാൽ എന്നെക്കാട്ടിലും 3 വയസ്സ് താഴെയുള്ള അനിയൻ എന്നെ തലയ്ക്ക് പിടിച്ച് ഉയർത്തി തലയ്ക്ക് മുകളിൽ ചുഴറ്റി ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്ന് അമ്മ വരുമ്പോൾ നമ്മൾ കേസ് പറയും. നമ്മളുടെ ഒരു ഫാന്റസിയാണ് അത്. അവൻ അങ്ങനെ ചെയ്തു, അവനെ അത് ഫലപ്രദമായി പറഞ്ഞ് ഫലിപ്പിച്ച് അമ്മയ്ക്ക് തന്നെ തോന്നി പൂത്ര പോകുന്ന ചെറുതന്നെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതേപോലെ പിന്നെ അങ്ങനെ വളർന്നു വരുന്ന നമ്മൾ പുസ്തകങ്ങളിലൂടെ വായിക്കുന്നു. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, വേനൽക്കാലത്ത് നമ്മളെ വീട്ടിൽ വെള്ളം ഉണ്ടാവില്ല, കുറേ ദൂരെ പോയിട്ട് വെള്ളം കൊണ്ടുണ്ട്. അങ്ങനെ കുടത്തിൽ നമ്മൾ 2-3 തവണ വെള്ളം കൊണ്ടുവന്നാൽ കുറച്ച് റെസ്റ്റ് ചെയ്യാനിരിക്കും. ആ ടൈമിൽ സോവിയറ്റ് യൂണിയൻ ബുക്സ് ഒക്കെയാണ് ചിലപ്പോൾ പിന്നെ അമ്മ വായിക്കാനായിട്ട് വെക്കേഷനൊക്കെ തരിക. അത് വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ റഷ്യയിലെ തണുപ്പും ആ മരങ്ങളും ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ആ രാജ്യത്താണ് താമസിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. അത് വായിക്കുന്നതോട് കൂടെ നമ്മൾ ഇവരുടെ ആ കാഴ്ച കാണുന്നതും കൂടിയാണ്. ഉള്ളുകൊണ്ട് അത് നമുക്ക് കാണാൻ കഴിയുമ്പോൾ മാത്രമാണ് വായന ഫലപ്രദമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. നമുക്കൊരു കഥ വായിക്കുമ്പോൾ സങ്കടം വരുന്നത് നമ്മൾ അവരായി മാറുന്നതുകൊണ്ട് ആ വേൾഡിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അത് തൊലിപ്പുറത്തൂടെ കടന്നങ്ങ് പോവും. അപ്പൊ ചില കഥാകാരന്മാരോട് ഈ ചില കഥകളോടൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും, നമ്മൾ തന്നെയാണ് അത്, അല്ലെങ്കിൽ അവരുടെ ആ ലോകം നമ്മൾ തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ കഥ എഴുതുമ്പം സ്വാഭാവികമായിട്ട് കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നതിലുപരി ചില സമയത്ത് നമ്മുടെ മനസ്സിൽ ഇവരിങ്ങനെ ഫീൽ ചെയ്യും. അവരുടെ ഗന്ധം, അവരിടുന്ന ഡ്രസ്സ്, അവരുടെ സംസാര രീതി, അവർ ചിന്തിക്കുന്നത് എന്ത്, അങ്ങനെ വന്ന് അവരെ കുറിച്ച് എഴുതിയേ മതിയാവൂ എന്ന് തോന്നുന്ന ഘട്ടത്തിലേക്കാണ് നമ്മൾ എഴുത്തിലേക്ക് വരാറ്. അപ്പൊ കുറച്ചുകൂടി നമുക്കത് ഫീൽ ചെയ്യും. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ബാധ ഒഴിയുന്ന പോലെ അവരെ പേപ്പറിലേക്ക് ഇറക്കി വെച്ച് നമ്മൾ അവരിൽ നിന്നിങ്ങ് ഫ്രീ ആയി മാറുന്നു. അപ്പൊ എഴുതുന്ന സമയത്ത് അവരനുഭവിക്കുന്ന അതേ കരച്ചിലും അതേ സങ്കടവും അതേ വിഷമവും അതേ അവരുടെ ഉള്ളിലുള്ള ചിലപ്പോൾ നമ്മൾ കുറച്ച് മോശമായ ദുഷ്ടതരമായ കാര്യങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. ഇറിറ്റേഷനുകളും ബുദ്ധിമുട്ടുകളും നല്ലതും ചീത്തതും ഒക്കെ, അതൊക്കെ നമ്മുടെ മനസ്സിലൂടെയും കടന്നു പോകും. അപ്പോൾ ഫാന്റസി ആയിട്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, സങ്കടം വരുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും ഇത് കഴിഞ്ഞ് വേറൊരു ദിവസം നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കും, അന്ന് ഭയങ്കര രസമായിരിക്കും, അങ്ങനെ ചിന്തിക്കും. ഞാൻ പിന്നെ ഗ്രേസി ടീച്ചറുടെ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പം അന്ന് +2 ഒക്കെ പഠിക്കുന്ന പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഈ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഒരിക്കലും എൻ്റെ ബുക്ക് വരും, അതുമില്ല ഇങ്ങനെ ദീപ എന്ന് പേരെഴുതിയിട്ടുണ്ടാവും. നമ്മൾ കഥയൊന്നും എഴുതുന്നില്ല, അതൊരു ഫാന്റസിയാണ്, അത് ജീവിതത്തിൽ പക്ഷെ നടന്നു എന്നുള്ളത് വേറെ കാര്യം. പിന്നെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്യും, ആരും ഇല്ലാതെ പോകാൻ കഴിയും, പക്ഷെ പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്വപ്നം കാണുകയാണ്, ചിലത് നടക്കും ചിലത് നടക്കില്ല. അപ്പൊ നമ്മളിങ്ങനെ സങ്കടങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ ജീവിതത്തെ സ്നേഹിച്ച് കുറച്ചുകൂടി ഫാന്റസിക് ആയിട്ട് നാളെ നമുക്ക് വേറെ ഒന്നും സംഭവിക്കും, ഇന്നിങ്ങനെ വിഷമം നാളെ വേറെ ആയിരിക്കും വരുന്നത്, അല്ലാതെ ആ വിഷമത്തിൽ തന്നെ നമ്മൾ കിടന്നാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കഴിഞ്ഞു പോയ മോശത്തരത്തിനും ചീത്തത്തരത്തിനും പിന്നെയും ചിന്തിച്ച് മാന്തി പുണ്ണാക്കി ഇരുന്ന് കഴിഞ്ഞാൽ മുന്നിലേക്ക് ഇരിക്കാൻ പോയില്ല. അപ്പൊ അത് മുന്നോട്ട് പോയാൽ നമ്മൾ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഫാന്റസി ആയിട്ടോ അല്ലെങ്കിൽ നല്ലതായിട്ടോ മുന്നിലേക്ക് ചിന്തിക്കുന്നത്. അതായിരിക്കണം കഥകളിലും അങ്ങനെ കഥാപാത്രങ്ങളിലൂടെ റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. ഈ ഫാന്റസിയുടെ കാര്യം പറഞ്ഞപ്പോൾ
ആണ്. ഈ ഡിന്നുവിന്റെ കഥകൾ നോക്കിക്കഴിഞ്ഞാലും ഇതേ ഫാന്റസിയുടെ ഒരു ലോകം. വേണമെങ്കിൽ നമുക്ക് മാജിക് റിയലിസത്തിന്റെ ഒക്കെ ഒരു എലമെന്റ്സ് ഉണ്ടെന്ന് പറയാവുന്ന മട്ടിലുള്ള കഥാലോകമാണ് ഡിന്നുവിന്റെ. ഞാൻ നോക്കുമ്പോൾ എല്ലാ കഥകളിലും അതങ്ങനെയാണ്. ക്രാ ആയാലും വ്ളാദിമിറിന്റെ ജനാല ആയാലും കുരിശിന്റെ വഴിയായാലും ഒക്കെ നമുക്ക് ഈ ഒരു പിന്നെ തലം കാണാൻ പറ്റും. അപ്പൊ അത് ഒരു ആഖ്യാന തന്ത്രം എന്ന നിലയിൽ കടന്നു വരുന്നതാണോ അതോ എന്താണ് അതിന്റെ ഒരു പിന്നിലുള്ളത്? അത് കഥ എഴുതാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു ആഖ്യാന തന്ത്രം എന്ന നിലയിലല്ല. ദിവ്യ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒന്ന്, പുതിയ ഒന്ന്, അതായത് റിയൽ അല്ലാത്ത മറ്റൊന്നിനെ നമ്മൾ നിർമ്മിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷർ ഉണ്ടല്ലോ, ഒരു ആനന്ദം. അതാണ് ഫാന്റസി എലമെന്റ്സിന്റെ കഥകളിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നതിനുള്ള കാരണം. എനിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു സാധ്യതയും കൂടിയാണ് ഫാന്റസി എന്ന് പറയുന്നത്. മാത്രമല്ല, ആലോചിച്ച് ചെയ്യുമ്പോൾ മനുഷ്യന് രക്ഷപ്പെടാനുള്ള ഒരു ഏക വഴി ഫാന്റസി, അവസാനത്തെ വഴി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഫാന്റസി. ഇപ്പോ നമ്മുടെ മൊത്തം സങ്കല്പങ്ങളും ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ്. ഈ വിജയന് ഖസാക്കില് മരണത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അവസാനത്തെ കടൽത്തിര വരുന്ന സമയത്ത് ഓർമ്മകൾ അരുത് എന്ന്. കാരണം മരണത്തിലേക്ക് ഞാൻ തൊട്ടടുക്കുന്ന ആ നിമിഷത്തിൽ എനിക്ക് ഓർമ്മകൾ അരുത്, എൻ്റെ ബന്ധങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ അരുത് എന്നുള്ള ആ ഒരു ഇമോഷൻസ് ആണ് വിജയൻ പറഞ്ഞു വെക്കുന്നത്. മരിക്കുമെന്നല്ലോ ഓർത്ത ആ പേടിയിൽ നമുക്ക് ജീവിക്കാൻ പേടി തോന്നുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്വർഗം, നഗരം, നരകം. അതുപോലെ തന്നെ ഞാൻ ചിലപ്പോൾ ഫാന്റസി ചെയ്യാറുണ്ട്. അതായത് ഇതൊരു യാത്രയാണ് എന്നും ഞാൻ മറന്നുപോയ ഏതൊരു വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നതാണെന്നും ഞാൻ ഒടുവിൽ എത്തുന്ന സ്ഥലം അവിടെ എന്നെ സ്വീകരിക്കാൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടാവുമെന്നൊക്കെ ഓർമ്മയിൽ, ആ ആലോചനയിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ മരണത്തിന്റെ പേടികളെ കളയാറുണ്ട്. ഇത്തരത്തിൽ മനുഷ്യന് ഇത് വളരെ അപകടകരമായിട്ടുള്ള തോന്നലുകളാണ് ഇതൊക്കെ. എന്നിരിക്കലും മനുഷ്യന് ഇത്തരം പേടികളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഫാന്റസി. അതിന് കഥകളിലും ഞാൻ വേറെ രീതിയിലൊക്കെയാണ് അതിനകത്ത് കടന്നു വരാറുള്ളത്. ഇപ്പോൾ വ്ളാദിമിറിന്റെ ജനാലയില് വ്ളാദിമിർ ഇല്ലിച്ച് ലെനിനെ വളരെ സൂചിപ്പിക്കുന്നതാണ്. അദ്ദേഹം 1917 നവംബർ 7-ാം തീയതി കുൽക്കർണിയുടെ മുറിയിൽ വരച്ചു വെച്ചിട്ടുള്ള ഒരു ജനാലയിലൂടെ, അത് ആളുകൾക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ജനാലയാണ്. അതായത് മനുഷ്യ ശരീരം ഉടല് കടത്താൻ പറ്റുന്ന രീതിയിൽ അത്രയും അപാകതകൾ ഉള്ളതായിട്ട് ഒരാൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു ജനാലയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പലരും ആ മുറിയിലേക്ക് പല പ്രശ്നങ്ങളുമായിട്ട് താമസിക്കാൻ വരുന്ന സമയത്ത് പിന്നീട് അവരെ ആ മുറിയിൽ കാണാതാവുന്നുണ്ട്. അവരൊക്കെ ആ ഒരു ജനാലയിൽ കൂടി അങ്ങോട്ടേക്ക് പോയി എന്ന് കുൽക്കർണി പറഞ്ഞു വെക്കുന്ന വളരെ അത്തരം അങ്ങനെ മനുഷ്യരെ പല സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് ഫാന്റസി. റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ജീവിതം വളരെ മടുപ്പിക്കുന്നതാണ്. അപ്പോൾ ചെറുപ്പകാലം മുതൽ നമ്മുടെ അതുപോലെ തന്നെ മാനസിക ഈ ഉന്മാദവും സർഗാത്മകതയും തമ്മിൽ വലിയ ബന്ധമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ബഷീറിന്റെ ഒക്കെ ആയിക്കഴിഞ്ഞാലും ഈ പറയുന്ന എൻ്റെ എഴുത്തുകൾക്കൊക്കെ വളരെ നോർമലല്ല. ഇപ്പോൾ ഷിബേച്ചിയും പറഞ്ഞു അതുപോലെ തന്നെ, അതായത് നോർമലായി ജീവിക്കുന്ന ഞാൻ നോർമൽ അല്ലാതെ എഴുതുന്ന എൻ്റെ കുറെ തോന്നലുകൾ പോലെയാണ് എൻ്റെ എഴുത്തിന് എനിക്ക് തോന്നാറുള്ളത്. അതായത് എഴുത്തിന്റെ ആ ഒരു പ്ലഷർ, ആ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു ഉന്മാദി ചിന്തിക്കുന്നത് പോലെയുള്ള ആലോചനകളും തോന്നലുകളൊക്കെയാണ് നമ്മുടെ ആർട്ടിനെ ഉണ്ടാക്കുന്നത്. അത് ഒരുപക്ഷെ വളരെ നോർമലായി നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ആ ഫാന്റസി ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. പക്ഷെ ആ വ്യവസ്ഥയ്ക്കകത്ത് അങ്ങനെ കടിച്ചു പിടിച്ചു നിൽക്കുന്ന ആ മനുഷ്യർക്ക്, വായനക്കാരുള്ള ആളുകൾക്ക്, അവർക്ക് രക്ഷപ്പെടാൻ ഉള്ള വഴി ഈ പറയുന്ന ഉന്മാദത്തിന്റെ ആ ഒരു അവസ്ഥയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആർട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന എഴുത്തുകാരും ഇതുപോലെ തന്നെ ഇപ്പോൾ മാർക്കേസും അതുപോലെ തന്നെ ഹുവന്തസ്, ഈ ബോർഹസ്, പെട്രോ പരാമ എഴുതിയിട്ട ഹുവാൻ റൂൾഫോ, ഇവരൊക്കെയാണ് എന്നെ എഴുത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന എഴുത്തുകാർ. അപ്പോൾ ഇവരുടെ എഴുത്തുകളൊക്കെ ഈ ഒരു മാജിക്കൽ റിയലിസത്തിന്റെയും സർറിയലിസത്തിന്റെയും ഒക്കെ സാധ്യതകൾക്കകത്താണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ എന്നെ സ്വാധീനിക്കുന്നുണ്ട്.
ഈ ഫാന്റസിയെ കുറിച്ച് ഇപ്പം ദീപയായാലും ഡിന്നു ആയാലും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ ഓർക്കുന്ന ഒരു ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഷീബയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോകത്തെയാണ് പൊതുവെ ആവിഷ്കരിക്കാൻ ശ്രമിക്കാറുള്ളത്. നമ്മുടെ ചുറ്റുമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളെയാണ്. അപ്പോൾ ഫാന്റസി അവിടെ ഒരു ആഖ്യാന തന്ത്രമായിട്ട് പൊതുവെ സ്വീകരിക്കാറില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാം. അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇപ്പോൾ ഡിന്നു അടക്കമുള്ള ഇപ്പോൾ പുതിയ തലമുറയിലെ എഴുത്തുകാരെ അല്ലെങ്കിൽ സമാന ഈ സഹ എഴുത്തുകാരുടെ എഴുത്തുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? പുതിയ കഥയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ ആഖ്യാനത്തിലായാലും പ്രമേയത്തിലായാലും ഒക്കെ കടന്നു വരുന്ന പലതരത്തിലുള്ള പരീക്ഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം ചലനങ്ങളെ ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ വളരെ കുറച്ച് മാത്രം എഴുതുന്ന ഒരാളാണ്. ഒരു വർഷത്തിൽ 1-2 കഥയൊക്കെ എഴുതിയാലായി, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ വായന, പുതിയ എഴുത്തുകാരുൾപ്പെടെ എല്ലാവരെയും തന്നെ വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ എഴുത്ത് വളരെ കുറവായിരുന്നു, പക്ഷേ വായന എനിക്ക് വിചാരിച്ചതിനേക്കാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏറ്റവും പുതിയ തലമുറയിലുള്ള കുട്ടികളുടെ വരെ ഞാൻ വായിക്കാറുണ്ട്. പരന്ന വായന എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് പരിമിതമായ സമയമാണുള്ളത്. ആ സമയത്തിൽ എനിക്ക് പറ്റുന്ന പോലെ തേടി പിടിച്ച് വായിക്കാറുണ്ട്. പുസ്തകങ്ങൾ ലൈബ്രറി എന്നതിനേക്കാൾ കൂടുതൽ വാങ്ങിച്ചിട്ട് വായിക്കുക തന്നെയാണ് ചെയ്യാറ്. കാരണം അതാവുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ സമയമെടുത്ത് വായിക്കുക എന്നുള്ളതുകൊണ്ട്. പുതിയ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എല്ലാ എഴുത്തുകാരുടെയും ഒരു രചനയെങ്കിലും വായിക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചിലത് വായനയിൽ വളരെ പ്രതീക്ഷ തരുന്നതാവാം, ചിലത് നിരാശ തരുന്നതാവാം. ഏതാണെങ്കിലും മിക്കവാറും മുഴുവനാക്കാറുണ്ട്. ഇടയിൽ വെച്ചിട്ട് ഉപേക്ഷിച്ച് പോലും വളരെ അപൂർവമാണ്. കഥ വളരെ പ്രതീക്ഷ തരുന്ന ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നതെന്നാണ് പുതിയ കുട്ടികളുടെ കഥ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം അവർ ചിന്തിക്കുന്നത്, അവരെഴുതുന്നത്, അവരുടെ ഭാഷയിലുള്ള മാറ്റങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അനുഭവപ്പെടുന്നത്. കഥയുടെ ഭാവി വളരെ ശോഭനാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതേ കാര്യത്തോട് പ്രതികരിക്കാം. സമകാലിക എഴുത്തുകാരിൽ സ്വന്തം തലമുറയിലെ മറ്റു എഴുത്തുകാരുടെ കഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത്? വായിക്കാറുണ്ട്. ഒരുവിധംപ്പെട്ട എല്ലാ കഥകളും ഇപ്പോഴിറങ്ങുന്ന എല്ലാ പുതിയ എഴുത്തുകാരുടെയും പഴയ എഴുത്തുകാരുടെയും എല്ലാം വായിക്കാറുണ്ട്. സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട്. ഞാൻ 1-ാം ക്ലാസ്സിലെ ടീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, രാവിലെ സ്കൂളിന്റെ ഗേറ്റ് ചെല്ലുമ്പോഴേക്കും കുട്ടികൾ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. 1-ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ സിസ്റ്ററാണ്. നമ്മൾ വൈകുന്നേരം വരെ ഒറ്റ ടീച്ചറാണ് ക്ലാസ്സിൽ. അപ്പോൾ വൈകുന്നേരം വരെ ഈ കുട്ടികൾ ഇങ്ങനെ ഇരിക്കില്ല. അപ്പൊ അവരെ കൂടെ നമ്മളുടെ എനർജി ഒച്ചിടുമ്പോൾ ഭയങ്കര ചെലവാണ്. അത് കഴിഞ്ഞ് നമ്മൾ 4:30 മണിക്ക് അവരെയൊക്കെ മേത്തുനിന്ന് പറിച്ചിടുന്ന പോലെ വണ്ടിയിലേക്ക് ഇടുന്നത്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പകുതി ശവമായിട്ടുണ്ടായിരിക്കും. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞ് നമുക്ക് വായിക്കാൻ കിട്ടുന്ന സമയം പരിമിതമാണെന്നുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ എങ്കിലും വായിക്കാറുണ്ട്. പുതിയതായി വരുന്ന എല്ലാ കഥകളും വിക്കിലികളോ എല്ലാം വീട്ടിൽ വരുന്നുണ്ട്. അപ്ഡേറ്റ് ആയിട്ട് അന്നോ നാളെയോ വായിച്ചില്ലെങ്കിൽ പോലും ആ ഒരു 2 ആഴ്ചയുടെ വരുന്ന ഒരുവിധം ശ്രദ്ധിക്കപ്പെട്ട കഥകളിലൂടെ എല്ലാം കടന്നു പോകാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ ഈ അടുത്ത് ഞാൻ എഴുതിയിടുക ചെയ്തിരുന്നു മാതൃ ഗൃഹലക്ഷ്മിയുടെ കഥാമത്സരത്തിൽ 1-ാം സമ്മാനം കിട്ടിയ ആദ്ര കേസിന്റെ കഥ അത്ഭുതപ്പെടുത്തി എന്നുള്ളത്. അതൊരു ഒറ്റ ഫ്ലോയിൽ വന്ന നല്ല രസകരമായ ഭാഷയിൽ നന്നായി എഴുതിയ, ഭയങ്കര പ്രതീക്ഷ തോന്നിയൊരു കഥ. അതുപോലെ തന്നെ മൃദുൽ വി കാഞ്ഞങ്ങാടിന്റെ കുളയെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അത് നമ്മൾക്ക് ചില കഥകളോട് തോന്നുമ്പോൾ ഇതിന്റെ വേറെ വേഷം നമുക്ക് എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് നമുക്ക് കൊള്ളാലോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി നന്നായി എഴുതാലോ എന്നൊക്കെ തോന്നും. പക്ഷെ കുളയൊക്കെ വായിക്കുമ്പം അത് എത്ര ക്രിസ്പായിട്ടല്ല പറയേണ്ട, ജാതി രാഷ്ട്രീയം, മറ്റു കാര്യങ്ങള്, സമകാലിക സാമൂഹ്യ വ്യവസ്ഥിതികളെല്ലാം ഒതുക്കി കൃത്യമായിട്ട് കഥ നീണ്ടു പോവാതെ ക്രിസ്പായിട്ട് അതിനെ ഒതുക്കിയ ആ ഒരു ക്രാഫ്റ്റും രചനയും അതിനകത്തുള്ള ഉൾക്കനവും കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും, നമുക്ക് കഴിയാത്തൊരു സംഗതി തോന്നും, ഒരു ആരാധന തോന്നും. അങ്ങനെ പുതിയ തലമുറയിൽ ഒരുപാട് രണ്ടുപേരെല്ലാം ഒരുപാട് പേരുണ്ട് അങ്ങനെ നന്നായി എഴുതുന്നത്. മിക്കവാറും ഒരുവിധം പറ്റുന്ന എല്ലാവരെയും വായിക്കാറും അപ്ഡേറ്റ് ചെയ്യാറും ചെയ്യാറുണ്ട്. അത് വായന ഇഷ്ടമുള്ളത് കൊണ്ടാണ് വായിക്കാതെ ശ്രമിക്കാറുണ്ട്. ലേഖനങ്ങളെല്ലാം സമയം കിട്ടുന്നതിനനുസരിച്ച് വായിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങോട്ട് രാവിലെ വരുന്നതിന് മുമ്പ് വായിച്ച് തീർത്ത പുസ്തകം പ്രമീള നായരുടെ നഷ്ടബോധങ്ങളാണ്. ഇന്നാണ് കിട്ടിയത്. പിന്നെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികളോടെ കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വന്ന 2 ബുക്കാണ്. അപ്പോൾ പുസ്തകങ്ങളും എല്ലാ ബുക്കുകളും ഒരുവിധ എഴുത്തുകാരുടെ എല്ലാം വരുന്നത് വീട്ടിലേക്ക് വാങ്ങിക്കാറുണ്ട്. ഞാൻ അത് വാങ്ങി വായിക്കാറുമുണ്ട്. പുസ്തകങ്ങൾ കളക്ഷൻ ചെയ്ത് വെക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷെ പണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇപ്പൊ ബുക്കുകളെല്ലാം ലൈബ്രറിക്ക് കൊടുക്കുക ചെയ്യാറ്. കാരണം വീട്ടിൽ വായിക്കാനാണില്ലാതെ നമ്മളെ ഷെൽഫിൽ അവരിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു സങ്കടം തോന്നും. അപ്പോൾ പുസ്തകം കൊടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ എടുത്ത് വായിച്ചു പോയി ബുക്ക് കേടായിപ്പോയാലും വേണ്ടില്ല, നമ്മുടെ മനസ്സിലാ ബുക്കുണ്ട്, നമ്മൾ തന്നെ വെക്കണമെന്ന് സ്വാർത്ഥതൊന്നുമില്ല. അപ്പൊ ഇപ്പോൾ ബുക്ക് സ്കൂളിൽ കൊണ്ടുവച്ച് രക്ഷിതാക്കൾക്കും വായിക്കാൻ കൊടുക്കും. രക്ഷിതാക്കൾ എൻ്റെ എടുത്ത് കൊണ്ടുപോകാറുണ്ട് പുസ്തകങ്ങൾ. അങ്ങനെ വായിക്കും. അവര് പിന്നെ വന്ന് ചോദിക്കും. അങ്ങനെ ഒരുപാട് വായിക്കാൻ ഇഷ്ടമുള്ള എന്നാൽ ബുക്ക്
ലൈബ്രറികളിലേക്ക് പോകാനോ പുസ്തകം വാങ്ങാനോ കഴിയാത്ത രക്ഷിതാക്കൾ മുഴുവൻ വായിക്കുന്നുണ്ട്. ബാക്കി ലൈബ്രറികളിലേക്കും വീടുകളിലേക്കും ഒക്കെ കൊടുത്ത് അയക്കുന്നു. പക്ഷെ എല്ലാ മാസവും കഴിയുന്നത്ര ബുക്കുകൾ വാങ്ങാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇതേ ചോദ്യത്തോട് തന്നെ പ്രതികരിക്കാം. അതോടൊപ്പം തന്നെ മലയാള കഥയിൽ എഴുത്തിലാണെങ്കിലും വായനയിലാണെങ്കിലും ജെൻസി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിച്ഛേദം ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ദിന്നു സ്വയം എങ്ങനെ അടയാളപ്പെടുത്തും എന്നുള്ള കൂടി. ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ ഒരുപാട് നല്ല കഥകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം പറഞ്ഞ പേരുകൾ സലീം ഷെരീഫ്, ജിൻഷാ ഗംഗ, അങ്ങനെ ഒരുപാട് പുതുതലമുറ എഴുത്തുകാരായിട്ട് നല്ല രീതിയിൽ കഥകൾ എഴുതുന്ന ആളുകൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാത്തിനും നമ്മൾ ഒരൊറ്റ ഭാവുകത്വത്തിൽ നമുക്ക് കൂട്ടിക്കെട്ടാൻ പറ്റുകയില്ല. കാരണം ഇപ്പോൾ ഷനോജ് ആർ ചന്ദ്രൻ, വിവേക് ചന്ദ്രൻ വേറൊരു ഒരേ ഭാവുകത്വത്തിലല്ല മലയാള കഥയുടെ പോക്ക് എന്നുള്ളതാണ്. കാരണം ചില പൊതു സ്വഭാവങ്ങളിൽ നമുക്ക് മലയാള കഥ ഇപ്പോൾ വളരെ ഒരു എന്താ പറയുക, ഒരു പ്രാദേശികതയിലേക്ക് ഊന്നിയിട്ടാണ് മലയാള കഥ എന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് ഈ പറയുന്ന ഷനോജ് ആർ ചന്ദ്രന്റെ അതേ സമയത്തിന് പ്രാദേശികതയെ ഉൾക്കൊള്ളുന്ന സമയത്ത് തന്നെ ഫിലോസഫിക്കൽ എലമെന്റ്സ് ഒക്കെ വരുന്ന രീതിയിലോട്ടേക്കുള്ള എഴുത്തുകൾ വരുന്നത്. ഇപ്പോൾ സലീം ഷെരീഫിന്റെ എഴുത്തുകൾ വരുന്നതൊക്കെ അങ്ങനെയാണ്. ആ രീതിയിൽ മലയാള കവിത പല വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന വളരെ സമ്പന്നമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജെൻസിയുടെ വായനയെ പറ്റിയിട്ട് പറഞ്ഞു, അത് ശരിയാണ്, വായനയെ. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജെൻസി വായനയിൽ ഒരു വിച്ഛേദം സൃഷ്ടിച്ചു എന്നുള്ളതല്ല. ജെൻസി നിർണയിക്കുന്ന ആ ഒരു സാമൂഹിക അവസ്ഥയുണ്ടല്ലോ, ഈ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാം നവമാധ്യമ സാങ്കേതികത, ഇത് വായനയിൽ ഒരു വിച്ഛേദം സൃഷ്ടിച്ചു എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വിച്ഛേദം സൃഷ്ടിച്ചു എന്നുള്ളത് മാത്രമല്ല, വായനയെ ഒരു പരിധിക്കകത്ത് നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം വായനക്കാരന് ഇഷ്ടമുള്ളത് കൊടുക്കുക എന്നുള്ളതല്ലായിരുന്നു ഒരു കാലത്ത് എഴുത്തുകാർ ചെയ്തുകൊണ്ടിരുന്നത്. വായനക്കാരനെ പരിവർത്തനപ്പെടുത്തുക എന്നുള്ളത് സാഹിത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമായിരുന്നു. ഇപ്പോൾ ഞാൻ MT വാസുദേവൻ നായരെ വായിച്ച ഇഷ്ടപ്പെട്ട ഒരാള്, ആ സമയത്ത് എനിക്ക് മാർക്കേസിനെ വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ആനന്ദിനെ എനിക്കന്ന് വായിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു നിരന്തര അഭ്യാസം വായനയിലൂടെയാണ് എനിക്കിപ്പോൾ MTക്ക് തരാൻ പറ്റാത്ത സന്തോഷം എനിക്ക് മാർക്കേസിൽ കിട്ടുന്നത്. അത് ഒരുപക്ഷെ MTയെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ സമയത്തെ എഴുത്തുകാരിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല. അതിൻ്റെയൊക്കെ അന്ന് എനിക്ക് കഴിയാതിരുന്നതും എന്നാൽ എനിക്കിപ്പോൾ അതിലും എത്രയോ പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു അനുഭവം കിട്ടുന്നതുമാണ് ഇപ്പോൾ ബോർഗസിനെ, പെട്രോ പരാമയൊക്കെ വായിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ വായനക്കാരെ പരിവർത്തനപ്പെടുത്തുന്നതിൽ പുതിയ എഴുത്തുകാരല്ല, ആ എഴുത്തുകാരെ നിയന്ത്രിക്കുന്ന ആ ഒരു സാമൂഹിക അവസ്ഥ, പ്രത്യേകിച്ച് വിപണനത്തിന്റെ മുതലാളിത്തത്തിന്റെ ഒക്കെ ഒരു സാമൂഹിക അവസ്ഥ വലിയ രീതിയിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മലയാളത്തിലെ സമകാലിക കഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഥയായാലും നോവലായാലും കവിതയായാലും ഒക്കെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ ഒരു കുറ്റിയിലേക്ക് കെട്ടി നിർത്താൻ പറ്റുന്ന മട്ടിലുള്ളതല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അത് വളരെ ബഹുസ്വരമായിട്ടുള്ള, വളരെ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഈ വേദി തന്നെ അതിന്റെ ഒരു ഉദാഹരണമാണ്. വ്യത്യസ്തമായ 3 ധാരയിൽ അല്ലെങ്കിൽ 3 സ്റ്റൈലുകളിൽ കഥ എഴുതുന്ന എഴുത്തുകാരാണ് കൂടെ ഇരിക്കുന്നത്. നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വേദിയിലെ സ്റ്റേജ് ആർക്കെങ്കിലും, ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തിന് ഉള്ളിൽ സംവദിക്കാനുള്ളൊരു സമയം ആണ്. നമസ്കാരം. എൻ്റെ ചോദ്യം 3 പേരോടും കൂടിയിട്ടാണ്. അതായത് നമ്മളൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ നമ്മുടെ തന്നെ ചില കഥാപാത്രങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടാവും. ഇവരെ എഴുതിയില്ലെങ്കിൽ പറ്റില്ല, മരിച്ചു പോകുന്നു തോന്നുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണല്ലോ നമ്മൾ ഓരോ കഥ അല്ലെങ്കിൽ ഒരു കവിതയാണെങ്കിൽ ഒരു എഴുത്ത് നമ്മൾ നിർവഹിക്കണേ. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ ഇത് എഴുതിയേ പറ്റൂ എന്ന് തോന്നിയിട്ട് അത്രമേൽ തീവ്രമായിട്ട് തോന്നിയ
രചന ഏതാണ്, അതുപോലെ തന്നെ അത്രയും നമ്മുടെ ഉറക്കം കെടുത്തിയിട്ടുള്ള നമ്മുടെ സ്വസ്ഥത കെടുത്തിയിട്ടുള്ള കഥാപാത്രം എഴുതിയതിൽ ഏതാണ് എന്നും ആ ഒരു അനുഭവം എങ്ങനെയാണെന്നും അറിഞ്ഞാൽ കൊള്ളാം. 3 പേരുടെയും അനുഭവം അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പ്ലേ സ്റ്റേഷൻ എന്നുള്ളൊരു കഥയാണ് ഞാൻ എഴുതിയതിൽ എനിക്ക് വൈകാരികമായിട്ട് എന്നെ വളരെ ഹോണ്ട് ചെയ്യുന്ന ഒരു കഥയാണ്. അത് സൗമ്യയുടെ മരണവും കഴിഞ്ഞിട്ടുള്ള പിന്നെ അതോടനുബന്ധിച്ചിട്ടുള്ള ഒരു സമയത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ വിഷമം, ആ ഒരു സമയത്താണ് ഈ പ്ലേ സ്റ്റേഷൻ എഴുതുന്നത്. പ്ലേ സ്റ്റേഷൻ എന്നുള്ള കഥയിലെ അച്ഛൻ ഞാൻ എഴുതിയതിൽ എനിക്ക് ഏറ്റവും അധികം എനിക്കിപ്പോഴും അതൊരു സദസ്സിൽ ആ കഥ എനിക്ക് വായിക്കാൻ കഴിയാറില്ല. കാരണം അറിയാതെ എൻ്റെ കണ്ണിൽ നിറഞ്ഞു പോവാറുണ്ട്. അതുകൊണ്ട് പിന്നെ ആ കഥയാണ് എഴുതിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എന്നെ ഹോണ്ട് ചെയ്തിട്ടുള്ളതും ഇന്നും എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. 2012 കഥ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ അത് ഈ വർഷം ജനുവരിയിൽ അത് ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ബംഗാളി മാത്രമല്ല, കന്നഡ, മറാത്തി കുറേ ഭാഷകൾ പ്രസിദ്ധപ്പെടുത്തിയൊരു കഥയാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം, ഞാൻ അനുഭവിച്ച അതേ തീവ്രതയോടുകൂടി ആ നാട്ടുകാരെല്ലാം ആ വായനക്കാരെല്ലാം അത് അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്കത് എല്ലാവരെയും ഒരേപോലെ ബാധിച്ചൊരു കഥയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ തീവ്രമായിട്ട് മറ്റൊന്നും എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കഥകളോടും എനിക്ക് അതേ അനുഭവമാണ്. നമ്മളെ ഹോണ്ട് ചെയ്യാത്ത കഥാപാത്രങ്ങളെ നമ്മൾ എഴുതില്ല. എന്നെ ബുദ്ധിമുട്ടിക്കാത്ത കഥാപാത്രങ്ങള് എന്നെ എഴുതു പറഞ്ഞ് ശല്യം ചെയ്യാത്തൊരു കഥാപാത്രത്തെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ കുറിച്ചോ നമ്മൾ എഴുതിയ വായിച്ചു നോക്കി നമ്മളത് ചവറ്റുകൊട്ടേക്ക് നമ്മൾ തന്നെ ഇട്ടുപോകും. നമ്മൾ അത്ര അധികം ഹോണ്ട് ചെയ്ത് എഴുതണമെന്ന് ശല്യപ്പെടുത്തി പറയുന്ന അവരെ കുറിച്ച് മാത്രം നമുക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ മാത്രം നമ്മൾ എഴുതുന്ന കഥകളാണ് എന്നെ സംബന്ധിച്ച് ഞാൻ എഴുതുന്നുള്ളൂ. അല്ലാതെ നമുക്ക് എല്ലാ കഥകളും ആ ശിവ പറഞ്ഞ പോലെ ഓരോ കഥ എടുത്ത് വായിക്കുമ്പോഴും വൈകാരികമായി നമുക്ക് അതേ എഴുതുമ്പോൾ അനുഭവിച്ച അതേ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഏത് കഥ എഴുതുമ്പോഴും നമുക്ക് അതിനോടൊരു ആത്മബന്ധം തോന്നുന്ന രീതിയിലുള്ള കഥകളാണ് ചെയ്തിട്ടുള്ളത്. എനിക്കും ദീപേച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാ കഥകളോടും അങ്ങനത്തെ ഒരു സമീപനം തന്നെയാണുള്ളത്. പിന്നെ ഒരു കാര്യം, കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടുന്നത് ചിലപ്പോൾ എൻ്റെ തന്നെ തോന്നലായിരിക്കാം. അതായത് പല മനുഷ്യരിലൂടെ ആണ് ഞാൻ എന്ന് പറയുന്നൊരു സ്വത്വം രൂപപ്പെടുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ആനന്ദിൻ്റെ ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞ ആനന്ദിൻ്റെ ആൾക്കൂട്ടം എന്ന് പറയുന്ന നോവൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് പ്രേം, സുനിൽകുമാർ, ജോസഫ് എന്നിങ്ങനെ 4-5 കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. ഈ കഥാപാത്രങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് വളരെ വിപ്ലവാഭിമുഖ്യമുള്ള ഒരാളായിട്ട് ജോസഫിനെ സ്ഥാനപ്പെടുത്തുന്നു. അതേ സമയത്ത് തന്നെ വളരെ ഈ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത, എന്നാൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന, കടൽ തീരത്ത് കൂടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അലസനായി നടക്കുന്ന ഒരു പ്രേമിനെ നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ഒരു കാമുകനായിട്ടുള്ള, ഇങ്ങനെ പല മനുഷ്യർ കൂടിച്ചെന്ന ഒന്ന് എന്നുള്ളതാണ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പല തോന്നലുകളെ പല കഥാപാത്രങ്ങളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഇനി ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? എനിക്ക് ദീപ ടീച്ചറോടാണ് ചോദിക്കുന്നത്. മിക്കവാറും എല്ലാ കഥകളിലും ഒരു ട്വിസ്റ്റ്, എല്ലാ കഥകളിലും നമ്മൾ വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റ്, പ്രത്യേകിച്ച് ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഗോത്തഗിരിയിലൊക്കെ അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് എങ്ങനെയാണ് കഥയിൽ കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ആദ്യം തന്നെ എഴുതി തുടങ്ങുമ്പോഴേ ഇതിൻ്റെ അവസാനം ക്ലൈമാക്സ് പോർഷൻ ഇങ്ങനെ ആകണമെന്ന് കരുതിയാണോ, അതോ അങ്ങനെ ഒരു ത്രെഡ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടാണോ കഥകൾ എഴുതുന്നത്? പിന്നെ മറ്റൊന്ന്, റൈറ്റേഴ്സ് ബ്ലോക്ക്, അങ്ങനെ ഒരു കാര്യം ടീച്ചറുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ മറികടന്നത് എങ്ങനെയാണ്? അങ്ങനെ കഥ ടോട്ടൽ പ്ലാൻ ചെയ്തിട്ടല്ല എൻ്റെ എഴുത്ത്. നമ്മൾ എഴുതുമ്പോൾ അതങ്ങനെ സ്വാഭാവികമായി
നമ്മൾ മനസ്സിൽ വിചാരിച്ചിടത്തുനിന്നൊക്കെ മാറിപ്പോയി വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിലൂടെ പോയി എൻഡ് ചെയ്ത് സ്വാഭാവികമായിട്ട് അവിടെ എത്തുമ്പോൾ നമുക്ക് ഒരു വേറെ രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് തോന്നും. അപ്പൊ അതനുസരിച്ച് അങ്ങനെ മാറി മാറി വന്ന് വേറെ എൻഡിലേക്ക് അത് പോവും. അങ്ങനെ പ്ലാൻ ചെയ്ത് തുടക്കത്തിൽ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ വരണം, ലാസ്റ്റ് ഇങ്ങനെ എൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ എനിക്ക് കഴിയാറില്ല. ഞാനിങ്ങനെ എഴുതി വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഫ്ലോയിൽ എന്താണ് ആ എൻഡ് വരുന്നത് സ്വാഭാവികമായിട്ട് വരും. അത് ചിലപ്പം നമുക്ക് അവരിങ്ങനെ വേറെ രീതിയിൽ മാറ്റി ചിന്തിക്കുന്ന പോലെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുമ്പോൾ ആ ട്വിസ്റ്റ് വരുന്നതായിരിക്കാം അത്. പിന്നെന്തായിരുന്നു ചോദ്യം? റൈറ്റേഴ്സ് ബ്ലോക്ക് കഴിഞ്ഞ ഒരു വർഷത്തോളം ഒന്നും എഴുതാതിരുന്നിട്ടുണ്ട്. അത് നമുക്ക് എഴുതാൻ കഴിയാത്ത സമയത്ത് എഴുതാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാനുള്ളത്. അപ്പൊ ധാരാളം വായിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഓർത്തു ഇനി എനിക്ക് എഴുതാൻ കഴിയുന്നുണ്ടായിരിക്കില്ല, ഏറ്റവും ലാസ്റ്റ് രചന കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോ ഞാൻ എഴുതിയില്ല വെച്ച് മലയാള സാഹിത്യത്തിനൊന്നും പറ്റുന്നില്ല, ഒരു ഇതുമില്ല. നമുക്കും എനിക്കും അങ്ങനെ വ്യക്തിപരമായിട്ട് എഴുതാൻ കഴിഞ്ഞില്ല വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടോ വിഷമമൊന്നുമില്ല. കാരണം ഇത്രയും കാലം എഴുതാതെ ഇരുന്നിട്ട് ഒരു കഥ പ്രസിദ്ധീകരിക്കാതിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇനി ഇന്നോട്ട് നാളെ തൊട്ട് എഴുതിയില്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമുക്കത് എഴുതാൻ കഴിയുന്നില്ല. നമ്മൾ എഴുതുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടാത്തൊരവസ്ഥ വരുന്നത്. നമ്മൾ എഴുതുമ്പോൾ ഇത് പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു തോന്നൽ, ഇതല്ല ഞാൻ എഴുതേണ്ടെന്നൊരു തോന്നൽ വരുന്നതാണ് എന്നെ സംബന്ധിച്ച് റൈറ്റേഴ്സ് ബ്ലോക്ക്. അങ്ങനെ ഞാൻ ഒരു വർഷത്തോളം ഞാനൊന്നും എഴുതാതിരുന്നിട്ടുണ്ട്. ആ സമയത്ത് എങ്ങാണ്ട് ഈ ആൽഫാമയിൽ നിന്നുള്ള കഥ വരുന്ന സമയത്താണ് മാതൃഭൂമിന്ന് കഥ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു ബ്ലോക്കിൽ ഇരിക്കേണ്ട, ഇത് എഴുതി ഇങ്ങനെ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ ആ കഥ മുഴുവനാക്കി. പിന്നെ സ്വാഭാവിക അടുത്ത കഥകൾ വന്നു. ഇനി നാളെ പിന്നെ എഴുതാൻ ചിലപ്പോൾ കഴിയാതെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അതിനെ അതിന്റെ പാട്ടിന് വിടുക എന്നുള്ളതാണ് ജീവിതം കൊണ്ട് പഠിച്ചിട്ടുള്ളത്. മറ്റാരെങ്കിലും ഇടപെടുന്നുണ്ടോ? ഒരു ചോദ്യത്തിനും കൂടിയുള്ള സമരം ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ പുസ്തകത്തിന്റെ ആയിരക്കണക്കിന് കോപ്പികൾ വരെ അടിച്ചിറങ്ങുന്നുണ്ട്. എഴുത്തിന് വളരെ ലൈറ്റ് റീഡിങ് ആവശ്യമുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കഥകളുടെ ആഖ്യാനത്തിന്റെ കനം കുറയ്ക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് വായനക്കാർക്ക് വേണ്ടിയിട്ട് എഴുത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് തോന്നുന്നു. കാരണം മോളിപ്പോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നിംനാജയുടെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സെഷനിൽ നിംനാജ ഉണ്ട് പറഞ്ഞപ്പോൾ അമ്മ കാണുമെന്ന് ചോദിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്നാ അമ്മയൊക്കെ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാന്ന് ചോദിച്ചു. അവളെ സംബന്ധിച്ച് അവള് വായിക്കാത്ത ആളാണ്. അവള് ജീവിതത്തിൽ ആദ്യമായിട്ട് വായിച്ച പുസ്തകം അന്നംകുട്ടി ജോസഫിന്റെ ഒരു ബുക്ക് ഉണ്ട്, ദൈവത്തിന്റെ ചാരന്മാർ. അതാണ് ആദ്യം വായിച്ച പുസ്തകം. പിന്നെ ഒരു ദിവസം എന്നോട് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അമ്മേ റാം സിയോ ആനന്ദി പറഞ്ഞൊരു ബുക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റാം സിയോ ആനന്ദി എന്ന് ചോദിച്ചു. അങ്ങനെ എന്താണ്ട് ഒരു ബുക്ക് ഇല്ലേ എന്ന് ചോദിച്ചു. അത് ആ ബൂം വന്ന് എനിക്ക് തുടങ്ങുന്ന സമയം. അപ്പൊ പറഞ്ഞു റാം കെയർ ഓഫ് ആനന്ദി ആണെങ്കിൽ ഞാൻ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് വന്ന് എടുക്കാനുള്ള ടൈമിൽ എനിക്ക് അവിടെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അവിടെ നിന്ന് തന്നെ അത് വാങ്ങി. ഞാൻ വിചാരിച്ചിട്ടില്ല വായിക്കുന്നുള്ളത്, കാരണം വായിക്കാൻ നല്ല മടിയുള്ള ആളാണ്. പക്ഷെ അത് ബുക്ക് മുഴുവൻ വായിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു ബുക്ക് അവൾ ഇരുന്ന് വായിക്കുന്നത് കണ്ടത് റാം കെയർ ഓഫ് ആനന്ദിയാണ്. അത് വായിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വായിച്ച ബുക്ക് നിംന വിജയന്റെ ബുക്കാണ്. അപ്പം ആ കുട്ടികളെ വായിപ്പിക്കുന്നുണ്ട്. ആ ബുക്കിന്റെ കണ്ടന്റ് ലളിതമാണ്, ഇതില്ല എന്നൊക്കെ പറഞ്ഞാലും വായനയോട് അടുപ്പമില്ലാത്ത അവര് ഒരാളെ ദ്രോഹിക്കുന്നല്ലോ, വായിക്കുന്നതല്ലേ. അവരൊരു കുറച്ചു നേരം ഇരുന്ന് ആ ബുക്ക് വായിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എന്റെ മകൾ അങ്ങനെ വായിക്കുന്നത്, വായിക്കാത്ത ഒരാൾ വായിക്കുമ്പോൾ അത് വളരെ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം. ചിലവർ ആ 2-3 ബുക്ക് വായിച്ചു കഴിഞ്ഞ് വേറെ ബുക്കുകളിലേക്ക് വായന വ്യാപിപ്പിച്ചേക്കാം. പക്ഷെ ചിലവർ ഈ ഇൻസ്റ്റയിൽ വരുന്ന ഇത്രയും റീലുകളിൽ വരുന്ന പ്രശസ്തമായ ബുക്കുകൾ വാങ്ങിക്കും. സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ അതിന്റെ ഫർദർ കോപ്പികൾ ഉണ്ടാവും. എന്തായാലും കൂടുതൽ പേര് അത് വാങ്ങുന്നത് വായിക്കാനാണല്ലോ. അങ്ങനെ വായന പോകുന്ന സന്തോഷമാണുള്ളത്. അത് വിചാരിച്ച് നമ്മൾ നമ്മളുടെ എഴുത്തിന് ആ ഗ്രേഡിലേക്കോ അല്ലെങ്കിൽ വേറെ രീതിയിലേക്കോ മാറ്റിപ്പിടിച്ച് കൂടുതൽ ആൾക്കാർ വായിക്കുന്ന പുസ്തകം എന്നുള്ള രീതിയിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ എന്താണോ, നമ്മൾ എങ്ങനെയാണോ എഴുതാൻ കഴിയുന്നത് അത് എഴുത്തിലൂടെ എക്സ്പ്രസ് ചെയ്ത് ആ ബുക്കിലേക്ക് വെക്കുക എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് ഇനി 10 കൊല്ലം കഴിഞ്ഞ ഒരാൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ ആ ഒരാൾക്ക് ആ ബുക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അയാൾ കിട്ടത് കണക്ട് ആയാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ്. കൂടുതൽ ബുക്കുകളുടെ പ്രതികൾ ഉണ്ടാവുന്നതിനെക്കാട്ടിലും. പക്ഷെ കൂടുതൽ ആൾക്കാരെ വായിപ്പിക്കാൻ കഴിയുന്ന ഇത്തരം പുസ്തകങ്ങൾ ഇനിയും വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പുതിയ തലമുറ വായനയിലേക്ക് വരട്ടെ. വായിക്കുമ്പോൾ എന്തായാലും കുറെ കൂടി നമുക്കത് നല്ലതാണ്. ഈ ഫോണിൽ ഇതിലൊക്കെ ഇരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കുട്ടികൾ ഈ ബുക്ക് വായിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചെറിയ കുട്ടികൾ, എൻ്റെ 1ാം ക്ലാസ്സിലെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ടീച്ചർ കഥ എഴുതല്ലേ, ടീച്ചർക്ക് റാം ആനന്ദി പറഞ്ഞൊരു പുസ്തകത്തിനെ പറ്റി അറിയോ, അത് ടീച്ചർ വായിച്ചിട്ടുണ്ട്. അപ്പൊ നീ വായിച്ചിട്ടുണ്ടോ ചിത്രം പോകുന്നത്? ഇല്ല, എൻ്റെ വീട്ടിലെ പുസ്തകം ഉണ്ടെന്നുണ്ട്.
അപ്പോൾ അവരെ സംബന്ധിച്ച് എന്നാണ് ഞാൻ ആ പുസ്തകം എഴുതാന്നുള്ള ചോദ്യമാണ്. അപ്പൊ കുട്ടികളിലേക്ക് വായന, ചെറിയ കുട്ടികളിലേക്ക് ആ പേരെത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ അതുപോലെ തന്നെ ധാരാളം വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ്. അതിന്റെ ഗ്രേഡ് വായനയ്ക്കനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ആകുമ്പോൾ നമുക്ക് ഇപ്പൊ ലളിതമെന്ന് തോന്നുന്നത് കൂടുതൽ കൂടുതൽ ഹാർഡായത് വായിക്കാൻ കഴിയും. നമുക്കൊരു പ്രായത്തിൽ ഈ പറഞ്ഞ പോലെ ആൾക്കൂട്ടം വായിക്കാൻ കഴിയില്ല, മറ്റ് പോലെ വലിയ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയില്ല. ഒരു കാലഘട്ടം എത്തുമ്പോൾ നമുക്കത് വായന ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഗ്രേഡ് ഉയർന്ന എല്ലാ തരത്തിലേക്കും വായന വലുതായി വരും. ഞാനൊക്കെ തുടങ്ങിയത് മനോരമയിൽ നിന്നും മംഗളത്തിൽ നിന്നൊക്കെയാണ്. ഒളിച്ചുവെച്ച് വനിത, ഗൃഹലക്ഷ്മി ഒക്കെ വായിച്ച് നമ്മൾ കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം വാങ്ങി വായിച്ച് അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ വന്ന് വായന വലുതാവുന്നതോടൊപ്പം നമ്മുടെ മാനസികാവസ്ഥ മാറും, വായന ഇഷ്ടം വരുമ്പോൾ ഗ്രേഡ് മാറും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എഴുത്തിനെ മാറ്റേണ്ടതൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ അത് ചെയ്യുക, നിങ്ങൾ ലളിതത്തിൽ നിന്ന് വായിച്ചു തുടങ്ങുക, ലളിതമായത് വായിക്കുക, വായന ഇഷ്ടമാകുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ അതിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് പോകുന്ന പോലെ തന്നെ വായനയിലും 1ാം ക്ലാസ് തൊട്ട് അങ്ങനെ പോകും മുകളിലേക്ക്. ആരൊരാൾ ഇവിടെയുള്ള ഷീബ ചേച്ചി സുഹൃത്തു കൂടിയാണ്, കാലങ്ങളായിട്ട് വായിക്കാറുണ്ട്. ഷീബ ചേച്ചി പറഞ്ഞ പോലെ തന്നെ എഴുത്തിൽ ഞാൻ പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിലും പറയാറുണ്ട്, വലിയ നീതിബോധമുള്ള ഒരു എഴുത്തുകാരിയായിട്ടാണ് എനിക്ക് കണ്ട കാലത്തെ വായനയിൽ തോന്നിയിട്ടുള്ളത്. കാരണം ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ വിഷയങ്ങളെ അതിവൈകാരികമായി കാണുന്നു എന്ന് പറയുമ്പോഴും അതിനെ ഓവർ സെൻസിറ്റിവിറ്റി ഒക്കെ ആയിട്ട് കാണുമ്പോഴും അത് എഴുത്തുകാരുടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രതികരിക്കുന്ന ഏതെങ്കിലും ആർട്ട് രൂപത്തിൽ പ്രതികരിക്കുന്ന എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ആ രീതിയിലാണ് ചേച്ചിയെ വായിക്കാറുള്ളത്. ചോദ്യം VK ദീപയോടാണ്. ഞാൻ ആൽഫ മെയിൽ അടുത്ത കാലത്ത് വായിച്ചതിൽ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കഥയാണ്. അത് ആരും പറഞ്ഞു വായിച്ചതല്ല, തേടിപ്പോയി വായിച്ചതുമല്ല, വായനയിൽ പെട്ടുപോയി. പക്ഷേ അതിലെ ക്യാരക്ടറൈസേഷനാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ അതിലൊരു കുഞ്ഞിൻ്റെ ചെറിയ മോൻ്റെ ഒരു കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കൊലപാതകയാവുന്ന ഒരു കാര്യം അതിൽ പറയുന്നുണ്ട്. അടുത്ത കാലത്ത് വായിച്ചതിൽ ഏറ്റവും സാന്ദ്രമായിട്ടുള്ള ഒരു എഴുത്ത് ഞാൻ കണ്ടത് ആ ഒരു കഥയിലാണ്. അങ്ങനെയാണ് ഞാൻ അതെൻ്റെ ഒരു വായനയിൽ വല്ലാതെ നോട്ട് ചെയ്തത്. സോ അതിൻ്റെ എഴുത്ത് പരിസരത്തെക്കുറിച്ചും ഈ കഥാപാത്ര നിർമ്മിതിയെക്കുറിച്ചും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഒരുപക്ഷെ കുറെ കാലമായിട്ട് കുഞ്ഞിക്കുട്ടികളുടെ ഇടയിൽ ഇരിക്കുന്ന ഒരു 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇടയിൽ ഇരിക്കുന്ന ഒരു അധ്യാപികയാണ് ഞാൻ 1ാം ക്ലാസ്സിലെ അനുഭവങ്ങൾ ചിലപ്പോൾ കുറിപ്പുകളായിട്ട് FB-യിൽ എഴുതിടുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, കുട്ടികൾ ഇങ്ങനെ പറയുമോ, കുട്ടികൾ അങ്ങനെ പറയുമോ, നിങ്ങളിത് ഭാവനയിൽ പറയുന്നതാണോ ഉണ്ടാക്കി എഴുതുന്നതാണോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അത് കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോഴേ കുട്ടികൾ എന്തൊക്കെ പറയുന്നറിയുള്ളൂ. ഞാൻ സ്കൂളിൽ ടീച്ചറായി വരുന്ന സമയത്ത് എൻ്റെ HM ഉണ്ടായിരുന്നു, മോഹനം പുളിക്കൽ എന്ന് പറഞ്ഞിട്ട്. സാറ് പറഞ്ഞൊരു വാചകം ഞാൻ എപ്പോഴും ആലോചിക്കും, കുട്ടികൾ അത്ര നിഷ്കളങ്കരല്ല. നമ്മളുടെ മിനിയേച്ചർ ചെറിയ വലിയ ആൾക്കാരുടെ മിനിയേച്ചർ ചെറിയ പതിപ്പുകളാണ് കുട്ടികൾ. ഒരു സമാന്തര ലോകം തന്നെയാണ് അവരെല്ലാവരും നിഷ്കളങ്കരല്ല. അവരിലും ഉണ്ട്. ഇപ്പം ഇന്നലെ സ്കൂളിൽ വാർഷികം നടക്കുകയാണ്. ഒരു ചെറിയ പയ്യൻ വീട്ടിൽ നിന്ന് 2ാം ക്ലാസ്സിലെ പയ്യൻ കുറച്ച് കടലിൽ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അവൻ പറയാം എന്നോട്, അവിടെ കടക്ക് 5 രൂപയുള്ളൂ, ടീച്ചർ ഇത് 10 രൂപയ്ക്ക് വാങ്ങുമെന്ന്. ഓൾറെഡി ബിസിനസ് സാധനം അവർ സ്റ്റാർട്ട് ചെയ്തുള്ളില്. അപ്പം അതേപോലെ കുട്ടികള് വലിയ ആൾക്കാരുടെ ചെറിയ പതിപ്പുകളാണ്. ഇപ്പൊ 2 ദിവസം മുന്നേ ഓട്ടോയിൽ ഒരു പയ്യൻ വന്നിട്ട് ചോദിച്ചു, ടീച്ചർ ഒരാൾക്ക് 2 ആളെ പ്രേമിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അല്ല അവൾ എന്നോടും പറഞ്ഞു ഐ ലവ് യു എന്ന് ഇവനോടും പറഞ്ഞു ഐ ലവ്, ഒരാളെ നമുക്ക് പ്രേമിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ കുട്ടികൾ ഇതെല്ലാം ചെറിയ കുഞ്ഞു കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെല്ലാം വലിയവരെ നോക്കിയിട്ട് അനുകരിച്ചും അവരുടേതായ തീരുമാനങ്ങളും അവരുടേതായ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടി ഫാമിലിയിലെ എല്ലാ ഇഷ്യൂസിനും കുട്ടികൾ പഴയ പോലെയല്ല, അവരെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികൾ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്, സംഗതികളെല്ലാം പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ ഫാമിലി ഇഷ്യൂസിൽ അകപ്പെട്ടു പോകുന്ന ഒരു കുട്ടിയുടെ ചിന്താരീതികളിലുള്ള മാറ്റം എനിക്കൊരു പക്ഷെ ഞാൻ കുട്ടികളുടെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അങ്ങനെ അത് എഴുത്തിലൂടെ ഫലിപ്പിക്കാനോ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതായിരിക്കണം ആൽഫാ മെയിലിന്റെ വിജയം. കുറെ പേര് അത് വായിച്ച് വിളിച്ച് സംസാരിച്ചിരുന്നു. അങ്ങനെ ആ ഒരു ലോകം എനിക്ക് കുറച്ചുകൂടി റിലേറ്റഡ് ആയതുകൊണ്ടായിരിക്കണം കുട്ടികളുടെ ഉള്ളിൽ എങ്ങനെ ചിന്തിക്കുന്നു, അവരെങ്ങനെ പറയുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. നമ്മുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ആളുകൾക്ക് ചോദിക്കാനുണ്ടാവും തന്നെയാണ് തോന്നുന്നത്. വളരെ സജീവമായിട്ടുള്ളൊരു സെഷനായിരുന്നു.
ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കാലത്തിന്റെ ഒരു മാറ്റമുണ്ട്. തലമുറകളുടെ കാഴ്ചപ്പാടുകളുടെ ഒക്കെ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. സ്വാഭാവികമായിട്ട് അത് എഴുത്തിലും വായനയിലും ഒക്കെ കടന്നു വരും. ഇവിടെ ദീപടിച്ചർ പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തമായ എഴുത്തുകൾ ഉണ്ടാവട്ടെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള വായനകൾ ഉണ്ടാവട്ടെ. ഈ വേദിയിലേക്ക് ഏകോപനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും പങ്കെടുക്കാൻ പറ്റിയതിലുള്ള നന്ദി പറയുകയാണ്, സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് ഇവരെ 3 പേരെ ഡിന്നു, ഷീബ, ദീപ എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്.